അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇത്തരമൊരു പരിപാടിയുടെ അനിവാര്യത എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നാം എല്ലാവരും. കേരളത്തിൽ മുജാഹിദുകൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന, ലോകത്ത് സലഫികൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ആദർശപരമായ നമ്മുടെ വിശുദ്ധിക്ക് കളങ്കമേൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴൊക്കെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ആദർശം പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് നാം. കേരളത്തിലെ ഒരു നൂറ്റാണ്ടുകാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ആദർശപരമായ ഈ പ്രതിബദ്ധതക്കുള്ള വലിയ ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ കഴിയും. അത്തരം പ്രതിസന്ധികളുണ്ടായപ്പോൾ മറ്റേത് പരിഗണനകളെക്കാളും ഈ പ്രതിസന്ധി ഉയർത്തുന്ന ആളുകളുടെ വ്യക്തിപ്രഭാവമോ അവരോടൊപ്പമുള്ള ജനക്കൂട്ടത്തിൻ്റെ ശക്തിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ മുജാഹിദുകളായി തീരേണ്ടതുണ്ട് എന്ന് ഈ സമൂഹത്തിനോട് പറയുകയും അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ടോ ആ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തതാണ് മുജാഹിദുകളുടെ ചരിത്രം. ഒരുപക്ഷെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആദർശപരമായ ഒത്തുതീർപ്പുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മാന്യതയും പദവിയുമൊക്കെ മുജാഹിദുകൾക്ക് ലഭിക്കുമായിരുന്നു. പല ആളുകളും ഇന്ന് പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതലായി മുജാഹിദുകളെ പരിഗണിക്കുമായിരുന്നു. എന്നാൽ പൂർവികരായ നമ്മുടെ നേതൃത്വം അത്തരം പരിഗണനകളെക്കാളും അത്തരം താല്പര്യങ്ങളെക്കാളുമൊക്കെ വിലമതിക്കുകയും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഈ ദുനിയാവിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള അവഗണനകൾ നൽകിയാലും, ഈ ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായാലും, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അവിടെ വിജയം നേടുന്ന ഒരു ആദർശം മുജാഹിദുകൾക്കുണ്ടാകണം, അത്തരമൊരു സമൂഹം ഇവിടെ വളർന്നു വരണം എന്ന താല്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. ഇന്നും മുജാഹിദ് പ്രസ്ഥാനം വിലമതിക്കുന്നത് അതിനു മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു സമ്മേളനത്തിൻ്റെ 11ാം മണിക്കൂറിൽ ഈ തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടിയുമായി, വിശദീകരണ സമ്മേളനവുമായി നമ്മുടെ നേതൃത്വം രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്ന പ്രതിസന്ധി, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയതായി ചില ആളുകൾ കൊണ്ടുവന്ന വാദം എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഐഡന്റിറ്റി എന്ത്, പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ നാം എല്ലാവരും എപ്പോഴും എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്നതാണ്. അതാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളെ പഠിപ്പിക്കാനുള്ളത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ
ഈ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് തേടി. അവർ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവർ അമ്പിയാനെ വിളിച്ച് തേടി, അവർ ബദരീങ്ങളെ വിളിച്ച് തേടി, അവർ ജിന്നുകളെ വിളിച്ച് തേടി, അവർ മലക്കുകളെ വിളിച്ച് തേടി. എല്ലാ കാലങ്ങളിലും ഇത്തരം തേട്ടങ്ങൾ ഉണ്ടായ സമൂഹങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ ആ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നേരത്തെ മായിൻകുട്ടി സുല്ലമി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. മടിയുള്ളത് കൊണ്ടല്ല. ചില ആളുകൾക്കൊക്കെ ഇപ്പൊ മുജാഹിദുകളോട് മുജാഹിദുകൾ തൗഹീദ് പറയുന്നു എന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. കെ സക്കരിയ സലാഹി ഇപ്പോൾ നടത്തുന്ന വിശദീകരണ പരിപാടികളിൽ പറയുന്നു, മുജാഹിദുകളോട് തൗഹീദ് പറയുകയാണ് നാം, മുജാഹിദുകൾക്ക് തൗഹീദിന്റെ ആയത്തോതി കൊടുക്കുകയാണ് നാം എന്നാണ് വലിയ പരാതി. എന്തേ മുജാഹിദുകളോട് തൗഹീദ് പറയേണ്ടതില്ലേ? മുജാഹിദുകളോട് തൗഹീദ് പറയുന്നതിലാണ് അദ്ദേഹം അസ്വസ്ഥനാകുന്നത്. കേരളത്തിലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ അസ്വസ്ഥ മനസ്സുകളെ ആദ്യമായി കാണുന്നതല്ല. മുമ്പും ചില ആളുകൾ എടവണ്ണ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇനിയും തൗഹീദ് പറയണമോ എന്ന ചോദ്യവുമായി രംഗത്ത് വന്നിരുന്നു. അത്തരം ആളുകളോട് വേണം എടവണ്ണയിലും തൗഹീദ് പറയണം, പുളിക്കലും തൗഹീദ് പറയണം, അരീക്കോട്ടും തൗഹീദ് പറയണം എന്ന് പറയുകയും അങ്ങനെ പറയാനുള്ള വേദികൾ ഒരുക്കുകയും ചെയ്തവരാണ് മുജാഹിദുകൾ. അങ്ങനെ പറഞ്ഞ ആളുകളെ ചോദ്യം ചെയ്ത അതേ പണ്ഡിതനാണ് ഇപ്പൊ നമ്മോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ മുജാഹിദുകളോട് തൗഹീദ് പറയുന്നത്? മുജാഹിദുകളോട് തൗഹീദ് പറയേണ്ടി വന്നു. എന്തേ കാരണം? മുജാഹിദുകൾ വിശ്വസിച്ച തൗഹീദിൽ, ഈ കാലം വരെ മുജാഹിദ് പണ്ഡിതന്മാർ ഈ സമൂഹത്തെ പഠിപ്പിച്ച തൗഹീദിൽ വെള്ളം ചേർക്കുവാനും ആ തൗഹീദിൽ നിന്ന് ആളുകളെ അകറ്റുവാനുമുള്ള അതിനിഗൂഢമായ ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായപ്പോഴാണ് മുജാഹിദുകളോട് തന്നെ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ ആരംഭിച്ചത്. മുജാഹിദുകൾ ഈ സമൂഹത്തിൽ വന്നു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉണ്ടായി. എല്ലാ പ്രാർത്ഥനയും എല്ലാ വിളിയും പ്രാർത്ഥനയാണോ? എല്ലാ തേട്ടവും പ്രാർത്ഥനയാണോ? എങ്ങനെയാണ് നിങ്ങൾ മഹാന്മാരെ വിളിക്കുന്നത് പ്രാർത്ഥനയാണെന്ന്, കടയിൽ പോയി ഒരു കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ലെന്ന് എങ്ങനെ പറയും? മുഹീദ്ദീൻ ശേഖേ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണെന്നും അതേപോലെ ഡോക്ടറെ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലെന്നും എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിച്ചത് എന്ന് മുജാഹിദുകളോട് ചോദിച്ചവരുണ്ടായിരുന്നു. ഇപ്പോഴും അതേ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. ജിന്നുകളോട് ഭൗതികമായ കാര്യങ്ങൾ തേടുന്നത് ശിർക്കല്ല. ഞാൻ പറയട്ടെ, കൂടുതലായി എന്തെങ്കിലും വിശദീകരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ കിട്ടിയിട്ടുണ്ടാകും. ശിർക്കാരോപകരോ ശിർക്കാരോപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കെ സക്കരിയ സലാഹി പേരെഴുതി ഒപ്പുവെച്ച ഒരു കത്ത് അദ്ദേഹത്തിന്റെ പേരിന്റെ താഴെ അദ്ദേഹം വെക്കുന്നുണ്ട്, ഫത്വാ ബോർഡ് മെമ്പർ, നിർവാഹക സമിതി അംഗം, കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ. അദ്ദേഹം പറയുന്നത് എന്താ? ജമിയത്തുൽ ഉലമയുടെ ഒരു തീരുമാനം ഫുർഖാൻ അലീമാണെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ ജമിയത്തുൽ ഉലമയെ പരിഹസിക്കുന്ന ആളാണ് അദ്ദേഹം. പിന്നെ എന്തിന് ഈ ഒരു ഡെസിഗ്നേഷൻ വെച്ചു എന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഈ ലേഖനം നിങ്ങൾ വായിക്കുക. ഇതിലെവിടെയെങ്കിലും ഭൗതികമായ ഒരു കാര്യം ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. നമുക്ക് കാണാൻ കഴിയാത്ത ജിന്ന്, മലക്ക് പോലുള്ള സൃഷ്ടികളോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ മറഞ്ഞ നിലക്കെന്നോ ഹാജറുള്ള നിലക്കെന്നോ വ്യത്യാസമില്ലാതെ ഒരു സന്ദർഭത്തിലും പ്രാർത്ഥിക്കുവാനോ ഒന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അദ്ദേഹം പറയേണ്ടതില്ല, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. രണ്ട്, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതോ വരാത്തതോ ആയ യാതൊരുവിധ സഹായാർത്ഥന നടത്തുവാനോ പാടില്ല എന്നേ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുള്ളൂ. എന്തേ ശിർക്കാണെന്ന് പറയാൻ കഴിയാത്തത്? അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ന്യായം, ജിന്നി ഇവിടെ ഹാജരുണ്ടെങ്കിൽ അത് ഭൗതികമായ സഹായം തേടലാണ്. ജിന്ന് ഒരു ഭൗതിക ജീവിയാണ്. ആ ഭൗതിക ജീവി ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് ഭൗതിക സഹായ നേട്ടമാണ്, അതിൽ ഒരു കുഴപ്പമില്ല എന്ന ഇതാണോ മുജാഹിദുകൾ ഇക്കാലം വരെ മനസ്സിലാക്കിയത്? അല്ല. ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു എപ്പോഴാണ് ഒരു സഹായ നേട്ടം പ്രാർത്ഥനയാകുന്നത്, പ്രാർത്ഥനയാകാതിരിക്കുന്നത്.
ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് ഉമർ മൗലവിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നതാണ്. ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. ഇത് അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെലക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷേഖിനെ ആരാധിച്ചു. ഇതാണ് ഉമർ മൗലവി വിശദീകരിച്ചത്. ഇതിപ്പോഴുള്ള ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉമർ മൗലവി നടത്തിയ പ്രസംഗമല്ല. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ശരിക്ക് പഠിച്ചോളൂ. കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ, ഇതാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, എങ്ങനെയാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആളുകൾ പഴച്ചു പോകും. അവിടെയാണ് ഖുബൂരികൾ പഴച്ചു പോയത്. അവിടെയാണ് സുന്നികൾക്ക് അബദ്ധം സംഭവിച്ചത്. അവിടെയാണ് ഇസ്ലാമിൽ നിന്ന് ആരാധനയുടെ പേരിൽ അകന്നുപോയ മുഴുവൻ ആളുകൾക്കും അബദ്ധം സംഭവിച്ചത്. ഇവിടെ മൗലവി പറഞ്ഞത് എന്താ? അദൃശ്യമായ രൂപത്തിൽ ചെയ്യുന്നതും അങ്ങോട്ട് സമർപ്പിക്കുന്നതും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമായതാണ് പ്രാർത്ഥന. അല്ലേ? ഒരാൾ വെള്ളത്തിൽ വീണു. കരയിൽ നിൽക്കുന്ന ഒരു ജോസഫേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയുന്നത് അദൃശ്യമായ രൂപത്തിലല്ല. ജോസഫിനെ ഞാൻ കാണുന്നു. ഇനി ആരെയും കാണുന്നില്ലെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഒച്ചവെച്ച് ബഹളമുണ്ടാക്കുന്നു. ആ ബഹളമുണ്ടാക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്ത്? എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പുഴയുടെ അടുത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീടുള്ള അവിടെ എത്തിപ്പെട്ട വിശ്രമിക്കാനിരിക്കുന്ന കളിക്കുന്ന ആരെങ്കിലും ഉണ്ടാകാം. അവർ വന്ന് എന്നെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ആ തേട്ടം. അതിന് ദൃശ്യമായ രൂപമുണ്ട്, ദൃശ്യമായ മാനദണ്ഡമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയല്ല. എന്നാ മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാലോ അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്, വിളിക്കുന്നതും കൈകാര്യം ചെയ്യപ്പെടുന്നതും അദൃശ്യമായ രൂപത്തിലാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അവിടെയും കൈകാര്യം ചെയ്യപ്പെടുന്നത് അദൃശ്യമായ രൂപത്തിലാണ്. ഇനി ഒരാൾ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാലോ അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ദൃശ്യമായ രൂപത്തിലാണോ? ഞാനൊരു ജിന്നിനെ കാണുന്നു, അല്ല കാണുന്നില്ല. ആ ജിന്നി ഇങ്ങോട്ടേക്ക് വരുന്നു, എനിക്കറിയില്ല. ഞാൻ വിളിക്കുന്നത് ആ ജിന്നി കേൾക്കുന്നു, എങ്ങനെ എനിക്കറിയില്ല. ആ ജിന്നി പുഴയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എനിക്കറിയില്ല. ആ ജിന്നി എങ്ങനെയാണ് എന്നെ കരയിലേക്ക് കൊണ്ടുപോവുക എനിക്കറിയില്ല. അദൃശ്യമായ രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ആ തേട്ടമാണ് പ്രാർത്ഥന എന്ന് ഉമർ മൗലവി ഇവിടെ വിശദീകരിച്ചു. അത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്, ഖുർആൻ പഠിപ്പിച്ച ആദർശമാണ്. ഇക്കാലം വരെ മുജാഹിദുകൾക്ക് സംശയമില്ലാത്ത ആദർശമാണ്.
ഇക്കാലം വരെ ആ വിഷയത്തിൽ മുജാഹിദുകൾക്ക് സംശയമില്ല. മൗലവി തന്നെ ഒന്നുകൂടി ആ കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്നതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മൗലവി പറയാണ്, എപ്പോഴാണ് അപേക്ഷ പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാണ് പ്രാർത്ഥനയാകാതിരിക്കുന്നത്, അതാരോട് നടത്തണം എന്ന് പറയുമ്പോ മൗലവി വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാറ്റടിക്കുമ്പോ എന്റെ വീടിന് മുകളിലേക്ക് ഒരു തെങ്ങ് വന്ന് വീഴും എന്ന് ഭയപ്പെടുന്നു. ആരോടാ തേടേണ്ടത്, ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഭൗതികമായ ഒരു സംഗതി അവിടെ ചെയ്യാൻ കഴിയില്ല. അത് വലിച്ചു കെട്ടാൻ, കമ്പി കെട്ടാൻ കഴിയില്ല. അതിന് താങ്ങ് കൊടുത്ത് നിർത്താൻ കഴിയില്ല. അപ്പൊ ആരോട് തേടണം? അല്ലാഹുവിനോട് തേടണം. അതിന് ഉത്തരവാദപ്പെട്ട ഒരാളുണ്ട്, മീകായിൽ എന്ന മലക്കുണ്ട്. ആ മലക്കിനോട് പോലും തേടാൻ പാടില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിനെതിരാണ് എന്ന് മൗലവി പറയുന്നത് കാണാം. പക്ഷെ ഇപ്പോഴത്തെ മൗലവിമാർക്ക് സംശയം, മലക്കിനോട് തേടുക എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ പറ്റൂല എന്ന്. മലക്കെ സഹായിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തേ പറയാൻ പറ്റുള്ളൂ? അത് കുഫ്റാണ്. കാരണം എന്താ? മലക്കിനെ കളിയാക്കലാണ്. അതുകൊണ്ട് അത് കുഫ്റാണ് എന്ന് മുജാഹിദായി ഈ രംഗത്ത് പ്രബോധനം നടത്തിയ ഒരു പണ്ഡിതൻ ഇപ്പൊ നാട് നീളെ നടന്ന് പ്രസംഗിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിക്കുക, ആർക്കാണ് ഇവിടെ വ്യതിയാനം സംഭവിക്കുന്നത് എന്ന്. മൗലവി പറഞ്ഞതൊന്ന് കേട്ടോളൂ നിങ്ങൾ. പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയലില്ലല്ലോ. ഈ പച്ചപരമാർത്ഥത്തിൽ നേർക്കുനേരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ള കാര്യം. നമ്മളൊരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്, ഇതാ ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിച്ച് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, പറയലില്ല. അപേക്ഷിക്കാന്ന് പറയും. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റു വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത് എന്റെ കാര്യം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. എന്ത് അടിസ്ഥാനമാണ്, അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി. ഞാൻ ഉദാഹരണം പറയാം. ശക്തിയായി കാറ്റടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ഞു വരികയാണ്. അതിനോട് പറഞ്ഞു വീണാൽ വീട് തകരും, വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല. അതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഇങ്ങനെ ഇളകി വശമാവില്ല. മനുഷ്യർക്ക് അതുണ്ടാവും, പോത്തിനും പൂരിക്കും ഉണ്ടാവില്ല. മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത്. ശരി, ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയത്തിൽ വരുന്നത്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീകായിൽ എന്ന മലക്ക് ഈ ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീകായിൽ എന്ന മലക്കിനോട്, ബഹുമാനപ്പെട്ട മീകായിൽ എന്ന മലക്ക്, ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങി എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോവുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചു വിടണേ എന്നിങ്ങനെ മീകായിൽ എന്ന മലക്കിന് വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാ അവിടെ പറയുന്നത്. ഇതൊന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ച് തേടുന്നു. വിഡിത്ത പോയത്തല്ലേ അത്? ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. മൗലവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. ഇന്നാണ് അദ്ദേഹം ജീവിച്ചിരിക്കുകയും ഇത് പറയുകയും ചെയ്തിരുന്നതെങ്കിൽ ഈ ആളുകളുടെ വൃത്തികെട്ട നാവിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ
അതേപോലെ SMS-കൾ, ഇമെയിലുകൾ അദ്ദേഹവും ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. കാരണം ഇപ്പൊ ഇത് പറയാൻ പാടില്ല. മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. ഒരു മലക്ക് അടുത്തുണ്ടാകുമെന്ന് വിചാരിച്ച് അതിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. ഒരു ജിന്ന് അടുത്തുണ്ട് എന്ന് വിചാരിച്ച് അതിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല എന്ന തരത്തിലാണ് ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു സംശയം ഉയർന്നു വരാം, അങ്ങനെ വാദമാർക്കാണുള്ളത്? അങ്ങനെ മുജാഹിദികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? സക്കരിയ സ്വലാഹി പോലും അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ എന്നല്ലേ പ്രസ്താവന ഇറക്കിയത് എന്ന ആളുകൾ സംശയിക്കുന്നുണ്ടാകാം. ഇത് അദ്ദേഹം പുറത്തിറക്കിയ ഒരു പുസ്തകമാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ 5 രൂപക്ക് വിൽക്കുന്ന ഒരു പുസ്തകമാണിത്. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവം. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനകളും അദ്ദേഹം KNM-നും KJU-വിനും കൊടുത്ത കത്തുമാണ്. ഇതിന്റെ 2ാമത്തെ പേജിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹം കൊടുത്ത പ്രസ്താവന. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. സക്കരിയ സ്വലാഹിക്ക് എന്നല്ല, ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. അദ്ദേഹം തുറന്നു പറയുന്നത് എന്താണ്? സൃഷ്ടാവായ അല്ലാഹുവിന് പുറമെ ഏതൊരു സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്തിഗാസ സഹായതേട്ടം നടത്തുന്നതും അത് മലക്കാവട്ടെ ജിന്നാവട്ടെ ശിർക്ക് തന്നെയാണ്. വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ എവിടെയായാലും അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ ഏകദൈവാരാധനയുടെ കാതൽ. ഇതെന്നല്ലേ സലാഹിയും പറയണത്, അതെന്നല്ലേ ജമിയത്തുൽ ഉലമയും പറയണത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവും. ശരിയാണ്, ഇപ്പറഞ്ഞ തന്നെ ജമിയത്തുൽ ഉലമ പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഭൗതികമായി നമ്മുടെ മുമ്പിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിക്കാൻ, എന്താ ഈ ജിന്ന് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് വേറെ മസല നോക്കേണ്ടി വരും. അത് നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ. ജിന്നുണ്ട് എന്ന് വിചാരിക്കാൻ ഒരാള്, എന്നിട്ട് ആ ജിന്നിനോട് ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് ഒരു ഭൗതിക കാര്യം തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് സക്കരിയ സലാഹിയുടെ വിശ്വാസം. അത് ശിർക്കാണ് എന്നാണ് അഹ്ലുസുന്നയുടെയും കേരള ജമിയത്തുൽ ഉലമയുടെയും തീരുമാനവും അറിയിപ്പും. അതിൽ സക്കരിയ സലാഹി ഒപ്പിടാൻ തയ്യാറല്ല. അത് അംഗീകരിക്കാൻ സക്കരിയ സലാഹി തയ്യാറല്ല. വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? സക്കരിയ സലാഹിക്ക് തർക്കമില്ല. ദൂരെയുള്ള എവിടെയെങ്കിലുമുള്ള ഒരു ജിന്നിനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു തേടാൻ പാടുണ്ടോ? സക്കരിയ സലാഹിക്ക് ഇപ്പോൾ തർക്കമില്ല. അഭൗതികമായ ഒരു കാര്യത്തിൽ അഥവാ അടുത്തുള്ള ജിന്നാണെങ്കിലും ആ ജിന്നിനോട് ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ, ഇത്തരം കാര്യങ്ങൾ തേടാൻ പാടുണ്ടോ? സക്കരിയ സലാഹിക്ക് തർക്കമില്ല. ആ തർക്കമില്ലാത്തതാണ് അദ്ദേഹം ഈ പുസ്തകത്തിലും അദ്ദേഹം ഇറക്കുന്ന കത്തുകളിലും അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിലും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്കം എവിടെ? നമ്മുടെ മുമ്പിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിക്കുക, ആ ജിന്നിനോട് ഭൗതികമായ ഒരു കാര്യം തേടുക, അത് ശിർക്കല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നേ വരെ മഞ്ചേരിയിൽ അദ്ദേഹം പ്രസംഗിച്ചു, തൃശ്ശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചു, കൊല്ലത്ത് പ്രസംഗിച്ചു, ആലുവയിൽ പ്രസംഗിച്ചു, മംഗലാപുരത്ത് പ്രസംഗിച്ചു, കണ്ണൂരിൽ പ്രസംഗിച്ചു, പുളിക്കൽ 2 ദിവസം പ്രസംഗിച്ചു, വയനാട്ടിൽ പ്രസംഗിച്ചു. ഒരു സ്ഥലത്തെങ്കിലും ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഭൗതികമായ വിഷയത്തിൽ അടുത്തുള്ള ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന തന്റെ വാദത്തിന് തെളിവായി ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവിനെ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആ വാദമുണ്ടോ? ഇതേ പുസ്തകം തന്നെ മറിക്കുക, 4ാമത്തെ പേജ്. അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത്? അതുപോലെ ഭൗതിക കാര്യങ്ങളിൽ പോലും ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നും നമുക്കാർക്കും വാദമില്ല. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അതിന് മാതൃക കാണിച്ചിട്ടില്ല. യാ ഇബാദല്ലാഹ് എന്ന ദുർബല റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചയിൽ ഇമാമുകളും ലോക സലഫി പണ്ഡിതന്മാരും 2012 ജൂലൈ വരെ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത് അത് വെച്ച് അമൽ ചെയ്യാൻ പാടില്ലെന്നും എന്നാൽ അതിൽ ശിർക്കില്ലെന്നുമാണല്ലോ. വിഷയം അതിൽ ശിർക്കില്ല. എന്തിൽ ശിർക്കില്ല? ഭൗതികമായ ഒരു കാര്യത്തിൽ സഹായം തേടുന്നതിൽ ശിർക്കില്ല. ആരോട്?
തന്റെ മുമ്പിലുള്ള ഒരു ജിന്നിനോട് സഹായം തേടുന്നതിൽ ശിർക്കില്ല. കാരണം എന്താ? അതിൽ പ്രാർത്ഥനയില്ല എന്നാണ്. നേരത്തെ ഉമർ മൗലവി പറഞ്ഞതോ, അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ പ്രാർത്ഥനയുണ്ട്. അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ പ്രാർത്ഥനയുണ്ട്. ഇനി സക്കരിയ സലാഹി തന്നെ എന്താണ് ആ വാദം? എപ്പോഴാണ് പ്രാർത്ഥന ഇല്ലാതാകുന്നത്, എന്തുകൊണ്ടാണത് ശിർക്കല്ലാതാവുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇതുവരെ അത് കേൾക്കാത്ത, നേരത്തെ ഞാൻ കേൾപ്പിച്ച ഉമർ മൗലവിയുടെ പ്രസംഗം നേരിട്ട് തന്നെ കേട്ട, പൂനൂരിൽ നടന്ന വാദപ്രതിവാദത്തിന് സാക്ഷികളായ അലവി മൗലവിയുടെയും സെയ്ദ് മൗലവിയുടെയും കൂട്ടായി അബ്ദുള്ള ഹാജിയുടെയും KP മുഹമ്മദ് മൗലവിയുടെയും അതേപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവികരായ ഒരുപാട് പണ്ഡിതന്മാരുടെ അതിഗംഭീരമായ തൗഹീദി പ്രഭാഷണങ്ങൾ കേട്ട് ഈ ആദർശത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ മുജാഹിദുകളുടെയും മനസ്സിലേക്ക് കത്തികയറ്റുന്ന രൂപത്തിൽ സക്കരിയ സലാഹി പറയുന്നു. ഒരുപക്ഷെ അത് കേട്ടില്ലെങ്കിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞുവെന്ന്. എന്താ പറയുന്നത്? ഒരാൾ പുഴയിലേക്ക് വീണു. അവിടെ കരയിൽ ഒരു ജോസഫ് ഉണ്ട്. ആ ജോസഫിനോട് ജോസഫെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. അതുപോലെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ തേടിയാൽ, തേടാൻ പാടില്ല, ഹറാമാണ്, പക്ഷേ തേടിയാൽ എന്തല്ല, ശിർക്കല്ല എന്നതാണ് സക്കരിയ സലാഹിയുടെ വാദം. അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. പിന്നെ അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദ്യം ശിർക്കല്ലേന നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോൾ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയാളൊരു ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എൻ്റെ ഒച്ച കേൾക്കുന്ന ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. ഒരാൾ അങ്ങനെ ജിന്നിനെ വിളിച്ചാൽ അതിൽ പ്രാർത്ഥനയില്ല, അതിൽ ശിർക്ക് വരുന്നില്ല. അങ്ങനെ ശിർക്ക് ചെയ്തു. മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് അയാൾ പ്രതിസന്ധി ഘട്ടത്തിൽ തേടിയാൽ അയാൾ ശിർക്ക് ചെയ്തു, അയാൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ശിർക്ക് ചെയ്തു, പുറത്തുപോയി. മമ്പർത്ത തങ്ങളെ വിളിച്ചാൽ ശിർക്ക് ചെയ്തു. എന്നാൽ ഇതുപോലെ ജിന്നിനെ വിളിച്ചാൽ എന്തല്ല, ശിർക്കല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഹറാമാണ് എന്നല്ലാതെ ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. എന്താ അതിന് തെളിവ്? ഒരു തെളിവുമില്ല. ജിൻ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു തെളിവില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ജോസഫിനെ വിളിച്ചാൽ ജോസഫ് വെള്ളത്തിലേക്ക് ചാടി നീന്തി എന്റെ അരികിൽ വന്ന് എന്നെ പിടിച്ച് കരയിലേക്ക് കൊണ്ടുപോകും. ഇനി നീന്തലറിയാത്ത ജോസഫ് ആണെങ്കിൽ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി ആളുകളെ കൂട്ടി എന്നെ രക്ഷപ്പെടുത്തും. ഇനി തോണിക്കാരനാണ് ജോസഫ് എങ്കിൽ അദ്ദേഹം തോണി ഇറക്കി എന്റെ അരിയിലേക്ക് വരും. കാര്യകാരണ ബന്ധത്തിന് അധീനമാണത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്താണത്. അതുപോലെ ജിന്നിനോടുള്ള സഹായതട്ടെന്ന് വിശദീകരിക്കാൻ കഴിയോ? എന്തുകൊണ്ടാ ശിർക്കല്ല എന്ന് പറയുന്നത്? ജോസഫിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് മുജാഹിദുകൾക്കറിയാം. മുഹീദ്ദീൻ ശൈഖിനോടുള്ള തേട്ടം ശിർക്കാണെന്ന് മുജാഹിദുകൾക്കറിയാം. മരിച്ചു എന്നതുകൊണ്ട് മാത്രമാണോ മുഹീദ്ദീൻ ശൈഖിനോടുള്ള തേട്ടം ശിർക്കാകുന്നത്? അല്ല. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖാണെന്ന് വിചാരിക്കുക. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖാണ്. ഒരാൾ തോണി പോകുമ്പോൾ തോണി മറിഞ്ഞു മുങ്ങാണ്.
ആ സമയത്ത് അയാൾ മൊബൈലിൽ ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖിനെ വിളിക്കുകയാണ്. ഈജിപ്തിലുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു, ശൈഖ് എന്നെ രക്ഷിക്കണേ. അയാളെ മനസ്സിലുള്ള വിശ്വാസം എന്താ? ഞാൻ ഈ വിവരം ശൈഖിനെ മൊബൈലിൽ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെയോ ശൈഖ് എന്നെ രക്ഷിക്കും. അയാൾക്കറിയില്ല അതിന്റെ കാരണം. ശിർക്കാണത്. അങ്ങനെയാ മുജാഹിദികൾ ഇവിടെ പഠിപ്പിച്ചത്. ശിർക്കാണത്. മരിക്കലും മരിക്കാതിരിക്കലുമല്ല ഒരു കാര്യം ശിർക്കാവാനും ശിർക്കാവാതിരിക്കാനും, ഒരു കാര്യം പ്രാർത്ഥന ആവാനും ആവാതിരിക്കാനുമുള്ള മാനദണ്ഡം. പറയൂ മുജാഹിദികളെ, ഇങ്ങനെ ഒരു വാദം ഒരാൾ പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ ഈ മുജാഹിദികളുടെ മുമ്പിൽ മൈക്ക് കെട്ടി തൗഹീദിന്റെ ആയത്ത് ഓതണ്ടേ? ഇത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണ്ടേ? ഇത് ഈ ആളുകൾ എഴുതി പറഞ്ഞു പ്രസംഗിച്ചു. നമ്മളെ നാട്ടിൽ സാധാരണ പറയാറുണ്ടല്ലോ, എന്താണ്, മുസ്ലിയാർ നിന്ന് പാത്തിയ കുട്ടികൾ നടന്നു പാത്തും എന്ന് പറയാറുണ്ട് സാധാരണ. അതേപോലെ മൗലവിമാര് ഇങ്ങനെ നിന്ന് മൂത്രയിക്കാൻ തുടങ്ങിയപ്പോ ശിഷ്യന്മാര് നടന്നു മൂത്രയിക്കാൻ തുടങ്ങി. സൗദി അറേബ്യയിലുള്ള ഒരാള് ഇന്റർനെറ്റിലൊക്കെ സാധാരണയായി ആ ലേഖനങ്ങൾ എഴുതാറുള്ള, കേരളത്തിലെ ജമിയത്തുലമയുടെ തീരുമാനം തീരെ ശരിയായില്ല എന്ന അഭിപ്രായമൊക്കെ സ്ഥിരമായി പറഞ്ഞു നടക്കുന്ന ഒരാൾ, അദ്ദേഹം നമ്മുടെ നാടിനടുത്ത അരീക്കോട്ടുകാരനാണ്. NV അബ്ദുസലാം മൗലവിയുടെ സഹോദരപുത്രനാണ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന NV മുഹമ്മദ് സാലിം എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂമിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒട്ടും വിശദീകരണം ആവശ്യമില്ല മുജാഹിദുകൾക്ക് ഈ വാദത്തിന്റെ അപകടം മനസ്സിലാകാൻ. ഇവിടെ ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നെ സഹായിക്കട്ടെ, അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ആരിലേക്ക് സമർപ്പിച്ചാലും ശിർക്കാണ്. ശിർക്കാകുന്ന കാര്യം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം, അല്ലാതെ ആരിലേക്ക് സമർപ്പിച്ചാലും മനുഷ്യനിലേക്ക് സമർപ്പിച്ചാലും അത് ശിർക്കാണ്. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടി എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാനുള്ള പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, അല്ല മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് ജിന്നുകളുടെ, മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള, ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്
താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനും ജിന്നുകൾക്കുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ്. കേട്ടല്ലോ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എന്തിനുള്ള തെളിവാ? ജിന്നുകളോട് സഹായം ചോദിക്കാം എന്നതിനുള്ള തെളിവ്. ലോകത്ത് പ്രാമാണികരായ ഏതെങ്കിലും മുഫസ്സിറുകൾ ഈ ആയത്ത് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടോ? ഇവര് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയും സലഫി മനഹജ്. ഇവിടെ ആളുകൾക്ക് ലേശം താടിക്ക് നീളം കുറഞ്ഞ ഒരു മനഹജല്ല, അവര് മനഹജല്ല. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം വെച്ച സലഫി മനഹജ്, അതൊന്നും ഇവർക്കാർക്കും അറിയില്ല എന്നാണ്. സലഫി മനഹജ് എന്ന് പറയുന്ന മനഹജിൽപ്പെട്ട ആരാണ് ഈ ആയത്ത് അങ്ങനെ വ്യാഖ്യാനിച്ചത്? ഈ ആയത്തിന് അങ്ങനെ വിശദീകരണം നൽകിയത്? ഈ ആയത്തിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞോ, ഇതാ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. സഹാബത്തെ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾ മാത്രമുള്ള സഹകരണത്തെ കുറിച്ചല്ല, ഇത് ജിന്നുകൾക്കും കൂടി ബാധകമാണ്. അതുകൊണ്ട് ജിന്നുകൾ എന്തെങ്കിലും നല്ല സഹായങ്ങളോട് തേടി ഞങ്ങൾ സഹായിക്കണം, ജിന്നല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അതേപോലെ എന്തെങ്കിലും മോശം കാര്യത്തിന് ജിന്ന് സഹായം ചോദിച്ചാലോ നിങ്ങളൊട്ട് ചെയ്യാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, പഠിപ്പിച്ചോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇനി എങ്ങനെയാ ഈ താവന് എന്ന് പറഞ്ഞാൽ? താവന എന്ന് പറഞ്ഞാൽ പരസ്പര സഹായം എന്നാണ്. എങ്ങനെ നമ്മൾ ജിന്നിനെ സഹായിക്കല്? ഇവിടെ ഉണ്ടോ ഇല്ലേ, എങ്ങനെയാണ് എന്നറിയാത്ത ഒന്നിനെ എങ്ങനെ സഹായിക്കും? എന്തിനാണ് സഹോദരന്മാരെ ഈ ആയത്തോതിയത്? ഇതാ ഞാൻ പറഞ്ഞത്, ഉസ്താദുമാര് നിന്ന് മൂത്രമൊഴിച്ചാൽ നടന്ന് മൂത്രമൊഴിക്കുന്ന ശിഷ്യന്മാരുണ്ടാകും. അത് നടന്ന് മൂത്രമൊഴിച്ച രീതിയാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ. എന്നിട്ടോ ശിർക്കാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ ശിർക്ക് വരില്ല. കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ജിന്ന് എന്ന് പറഞ്ഞപ്പോ പിന്നൊന്ന് മാറ്റി മുസ്ലിം ജിന്ന്. അതെങ്ങനെ? അത് അതിനേക്കാൾ രസമുള്ള സംഗതിയാണ്. എങ്ങനെ ഇപ്പൊ ഒരു ജിന്ന് മുസ്ലിമോ അല്ലേ എന്ന് മനസ്സിലാകുക? സക്കരിയ സലാഹി പറയുന്നത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ ചോദിക്കണം എന്ന് വാദമുണ്ടെങ്കിലേ മുസ്ലിം ജിന്നേത് കാഫിർ ജിന്നേത് എന്ന് ചോദിക്കാൻ പാടുള്ളൂ. ഈ പ്രസംഗം കേട്ട ആളുകൾക്ക് ചോദിക്കാന്നോ ചോദിക്കരുതെന്നോ മനസ്സിലായത്? മാത്രല്ല, ഇദ്ദേഹം തന്നെ നെറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ തലവാചകം ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്നാണ്. എഴുതിയത് NV മുഹമ്മദ് സാലിം. ഇത് ഇന്നത്തെ സൗദി അറേബ്യയിലെ മന്ത്രിയായ ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖിന്റെ ഒരു ഫത്വയാണ്. ജിന്നിനോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. പക്ഷേ ഷെയ്ഖ് പറയണ എന്താ? നിഷിദ്ധം എന്നാണ്. സാലിമിന് അത് മതിയാവില്ല. അപ്പൊ സാലിം ഇങ്ങനെ ഇത് നിഷിദ്ധാണ് എന്നുള്ള ഫത്വയൊക്കെ കെടുത്ത് ഇതിന്റെ 5ാമത്തെ പേജിലെത്തിയപ്പോ പറയുന്നു, ഒരടിക്കുറിപ്പ് മൂപ്പരവക. ഷെയ്ഖ് പറഞ്ഞതിൽ നിന്ന് ഇവരുടെ ആദർശം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവിടെ ഒരു അടിക്കുറിപ്പ് കൊടുത്തു. എന്തിനാ സാധാരണ അടിക്കുറിപ്പ് കൊടുക്കൽ? വിശദീകരിക്കാൻ. ഇവിടെ അടിക്കുറിപ്പ് കൊടുത്തതോ ദുർവ്യാഖ്യാനിക്കാൻ. ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖിനില്ലാത്ത ഒരഭിപ്രായം അദ്ദേഹത്തിന്റെ ഫത്വയുടെ അടിക്കുറിപ്പായി കൊടുത്തു. എന്താ എഴുതിയത്? ഇവിടെ പ്രത്യേക പരാമർശമർഹിക്കുന്ന ഒരു വിഷയമാണ്. അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ അനുവദനീയാണോ പാടില്ലാന്നോ? അനുവദനീയമാക്കിയപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം പാലിച്ചാൽ അനുവദനീയമാണ് എന്നാ അതിന്റെ അർത്ഥം. സക്കരിയ സലാഹിക്ക് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ ഇപ്പൊ NV സാലിമിനെ. കാരണം എന്താ? ഇത് ന്യായീകരിക്കാന്ന് കോൺട്രാക്ട് എടുത്തതാണ് മൂപ്പര്. ഇത് ന്യായീകരിച്ചില്ലെങ്കിൽ NV സാലിം അദ്ദേഹത്തെ നിലക്ക് നിർത്തും. അതുകൊണ്ട് NV സാലിമിന്റെ ഈ വൃത്തികെട്ട ചിന്തയുടെ നാവായി, NV സാലിമിന്റെതാണ് ഈ വൃത്തികെട്ട ചിന്ത, അതിന്റെ നാവായി
ഈ തൗഹീദിന്റെ പോരാളിയായി നമ്മോടൊപ്പം ഇക്കാലം വരെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ആ കാലം തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ച ഒരു പണ്ഡിതൻ ഇങ്ങനെ ആയിപ്പോയതിൽ ഞങ്ങൾക്ക് സങ്കടമാണുള്ളത്, ദേഷ്യമല്ല. ഞങ്ങൾക്ക് സങ്കടമാണുള്ളത്, ദേഷ്യമല്ല. എന്നിട്ട് സക്കരിയ സലാഹി ഇതിനെയും ന്യായീകരിച്ചു. എന്താ പറയുന്നത്? അതിന്റെ അവസാനം പാടില്ല എന്ന് പറയുന്നുണ്ട്. നോക്കി നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ എന്തായാലും ആദ്യ അനുവദനീയാണെന്നാണല്ലോ. സലാഹിയൻ എല്ലാ വാദപ്രതിവാദത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവസാനത്തെ വായിച്ച ആദ്യത്തെ ഇല്ലാതാവോ? അവസാനത്തെ വായിച്ച ആദ്യത്തെ ഇല്ലാതാവോ? ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ ശൈഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ശറഹുൽ അഖീദത്തു സഫാരിനിയ എന്ന ഗ്രന്ഥത്തിലും, അതുപോലെ ശൈഖ് മുഖ്ബിൽ നേരത്തെ പറഞ്ഞ മഹാപണ്ഡിതൻ. ഈ ആളുകളൊക്കെ കേരളത്തിലെ മുജാഹിദീങ്ങളെ പറ്റി എന്താ മനസ്സിലാക്കിയത്? ഇമാം ഷാഫിയുടെ മദ്ഹബ് തഖ്ലീദ് ചെയ്യാത്ത ആളുകളാ കേരളത്തിലെ മുജാഹിദുകൾ. ഇമാം ഷാഫിയുടെ പാണ്ഡിത്യത്തിന് വല്ല കുറവുണ്ടോ? ഇമാം മാലിക്കിന്റെ പാണ്ഡിത്യത്തിന് വല്ല കുറവുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പാണ്ഡിത്യത്തിന് വല്ല കുറവുണ്ടോ? ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നതല്ല, അയാൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നതല്ല, അയാൾക്ക് എത്ര കിതാബുണ്ട് എന്നതല്ല. നേരെ മറിച്ച് മുജാഹിദുകൾ ചോദിക്കുന്നത് പ്രമാണം എന്തുണ്ട് എന്നതാണ്. പ്രമാണം എന്തുണ്ട് എന്നതാണ്. കേരളത്തിൽ ഇപ്പൊ കാന്തപുരം മോശം പണ്ഡിതനൊന്നല്ലല്ലോ. അദ്ദേഹത്തിന്റെ അരികിൽ ആ വിശ്വാസപരമായ ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷെ അദ്ദേഹം പഠിച്ചിട്ടില്ലേ? അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് പറയാൻ തയ്യാറാവുന്നില്ല, പഠിക്കാത്തത് പറയുന്നു, പ്രമാണത്തിനെതിരായി പറയുന്നു എന്നതാ അദ്ദേഹത്തോട് നമുക്കുള്ള വിയോജിപ്പ്, അല്ലേ? അതേപോലെ ആരായാലും പ്രമാണമാണ് മുജാഹിദുകൾ ഇക്കാലം വരെ പരിഗണിച്ചത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ശൈഖ് മുഖ്ബിൽ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജീബ് അലാ അസ്ഇലത്തിൽ ഹാദിരി വൽ ഗരീബ്. ഇനി ശൈഖ് മുഖ്ബിലിന്റെ വേറൊരു രസം കൂടി ഉണ്ട് കേട്ടോ. മൂപ്പര് ജിന്നേക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് നടത്തും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ജിന്നുകളെ എന്നൊക്കെ പറഞ്ഞിട്ട്, ജിന്ന് സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ടാ മൂപ്പര് പ്രസംഗിക്കല്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ? അള്ളാന്റെ റസൂല് ജിന്നേക്ക് പ്രത്യേക ക്ലാസ് നടത്തിയോ? ഇല്ല. ജിന്നുകൾ റസൂല് ഓതുന്ന ഖുർആൻ കേട്ട് പോയി. അള്ള പറഞ്ഞപ്പോഴാ റസൂലിന് മനസ്സിലായത് ഇങ്ങനെ ജിന്നുകൾ വന്നിരുന്നു. അല്ലാതെ സഹാബത്തിനോട് പറയുമ്പോ ജിന്നുകളോട് ആ ജിന്നുകളെ, എന്റെ സഹാബികളായ ജിന്നുകളെ എന്ന് പറഞ്ഞിട്ടൊരു ഉപദേശം നടത്തിയിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരുടെ അതിരുകവിയലാണ്. ലോകത്തൊരു ചർച്ച, സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധാണോ അല്ലേ? അപ്പൊ അതിന് നിർബന്ധാണ് എന്ന് പറയുന്ന മുഖം മറക്കൽ നിർബന്ധാണോ അല്ലേ എന്ന ചർച്ച, അത് നിർബന്ധാണ് എന്ന് വാദമുള്ള ഒരാൾ എഴുതി. ഞങ്ങളുടെ ഒരു ശൈഖ് ഉണ്ടായിരുന്നു, അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. അപ്പൊ സ്ത്രീകളുടെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹം മുഖം മറക്കാറുണ്ടായിരുന്നു, ഫിത്നയെ ഭയപ്പെട്ട്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനിയാണെന്ന് തോന്നുന്നു അതിന് മറുപടി കൊടുത്തത്, ആ ജാതി വർത്തനം വിട്ടേക്ക്, അതിനേക്കാളൊക്കെ സുന്ദരനാ ഞങ്ങളെ റസൂല്, ആ റസൂല് മുഖം മറച്ചിട്ടില്ല. റസൂൽ എപ്പോഴെങ്കിലും സ്ത്രീകളുടെ മുമ്പിലെത്തുമ്പോ ഫിത്ന ഭയപ്പെട്ടിട്ട് മുഖം മറച്ചണോ? അതിനേക്കാൾ സുന്ദരനെന്നല്ലല്ലോ വേറെ ശൈഖ്. ഇതേമാതിരി ഈ ജാതി ചില ശൈഖുമാര് അവരെന്ത് പറഞ്ഞു അത് അംഗീകരിക്കുക എന്നതല്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്നുകളെ പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റുമോ? ജിന്നും മനുഷ്യനും. അവരുടെ ഒരു കുഴപ്പമില്ല. മനുഷ്യനായ ആണിന് ജിന്നായ പെണ്ണിനെ കല്യാണം കഴിക്കാം, മനുഷ്യനായ പെണ്ണിന് ജിന്നായ ആണിനെയും കല്യാണം കഴിക്കാം. അപ്പോ അള്ള പറഞ്ഞിട്ടില്ലേ, നമ്മളെ നിക്കാഹ് ഖുത്ബയിലൊക്കെ നമ്മൾ പറയൽ എന്ത്, നിങ്ങൾ തന്നെ ഇണകൾ ഉണ്ടാക്കി. അത് അള്ള നമുക്ക് ഇതൊരു നിയമത്തായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്നല്ല. എന്നിട്ടോ കല്യാണം കഴിച്ചിട്ട് അഥവാ ഈ മനുഷ്യ സ്ത്രീ ജിന്നിൽ നിന്ന് ഗർഭിണിയായാൽ അത് ജിന്നിന്റെ കുട്ടിയാണെന്ന് പറയരുത്. പിന്നെ ഏതോ സാധുവായ വേറെ മനുഷ്യന്റെ പേരാ പറയാ? ഇതാരെ പേരാ പറയാ? ഈ ജാതി ആളുകൾ എഴുതി വെച്ചത് അങ്ങനെ തന്നെ വായിച്ച് ജനങ്ങളോട് പറയലല്ല പണ്ഡിതന്മാരുടെ ധർമ്മം. മറിച്ച് പ്രമാണങ്ങളിൽ എന്തുണ്ട് അത് പറയലാണ്. അദ്ദേഹം പറയാ 2 മാനദണ്ഡങ്ങൾ എന്താണ് എന്ന ഗ്രന്ഥത്തിലും 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. ജിന്നുകളോട്
സഹായം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അവ ഒന്ന് ഹറാമായ കാര്യത്തിനോ രണ്ട് ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഹറാമായ കാര്യത്തിനാവരുത്. എന്താ ഇപ്പോ ആ ഒരു മുജാഹിദിന് ഒരു മുസ്ലിമിന് ഒരു പൂതി ഉണ്ട്, ആ ഒരു വ്യഭിചാരം നടത്താൻ, അല്ലെങ്കിൽ കുറച്ച് മദ്യപിക്കണം, അല്ലെങ്കിൽ ആ അന്യന്റെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം എന്റെ വീട്ടിലേക്ക് എത്തിക്കണം, ഭയങ്കര പൂതി. അപ്പൊ എന്താ ചെയ്യല്? അത് ഹറാമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല, ജിന്നെ അതാ അയാളെ വീട്ടിലുള്ള ആ ഫ്രിഡ്ജ് ഒന്ന് എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ, അല്ലെങ്കിൽ അതാ ആ സുന്ദരിയായ സ്ത്രീയെ ഒന്ന് തട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല. ഹറാമായ മാർഗത്തിലൂടെ ആകാൻ പാടില്ല. ഇപ്പൊ കാഫിർ ജിന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ബോട്ടിൽ വിസ്കി വാങ്ങിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹറാമായ മാർഗത്തിലൂടെ ആ ജിന്നിന് മദ്യമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ആ സംഗതിയും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ സഹായം ചോദിക്കാം. ഇത് നമ്മൾ പറയുമ്പോ സക്കരിയ സലാഹി പറയാ അതിന്റെ അടിയിൽ പാടില്ല എന്നുണ്ട്. എന്താ ഉള്ളത് നോക്കിയോ. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. തുടക്കത്തിൽ ഈ മാനദണ്ഡമൊക്കെ പാലിക്കും, പിന്നെ അകപ്പെട്ടു. അപ്പൊ ഒരു സഹായമൊക്കെ തേടി നിർത്തുകയാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. ഇതൊരു തൊഴിലായി നമ്മുടെ നാട്ടില് അക്ബർ കക്കട്ടലിന്റെ കഥയിൽ പറയുന്നുണ്ട്. കുറച്ച് മാഷന്മാര് ഈ കുട്ടികളെയും തെരഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഉമ്മ പറഞ്ഞത്രേ മോനോട്, മോനെ സ്കൂളിൽ പോയിക്കോ, മാഷ്ക്കൊരു ത്വരായിക്കോട്ടെ. നമ്മളെ ഈ നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരു ഭാഷയാണ് എന്ത്, ത്വരാക്കുക, അതൊരു ശീലമാക്കാൻ. അതേമാതിരി ജിന്നിനോട് സഹായം തേടൽ എന്താക്കാൻ പാടില്ല, ഒരു ത്വരാക്കാൻ പാടില്ല, ഒരു ശീലമാക്കാൻ പാടില്ല. ഒന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ അതിൽ നിന്നും വരുന്നത്. വീണ്ടും പറയുന്നു, അങ്ങനെ ശൈഖ് സാലിഹ് അലി ശൈഖി ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടക്കേണ്ടതാണ്. ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകനാണെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. എന്തേന്ന് മനസ്സിലായത്? ഇതേ വാദം സക്കരിയ സലാഹി ഇവിടെ പ്രചരിപ്പിക്കുമ്പോ ഈ വാദം ശിർക്കാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്ക് മറുപടിയായി തന്നെ പറയണോ? വേണ്ടല്ലോ. ഇവിടെ ഈ ആശയം സക്കരിയ സലാഹി പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് നാം അത് ശിർക്കാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ശിർക്കാണ് എന്ന് മുജാഹിദികൾ ഇവിടെ പ്രചരിപ്പിച്ചത്. മുജാഹിദികൾ ഇവിടെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇത് കേവലം ഈ കേരളത്തിലെ 3 മുജാഹിദീങ്ങൾ പറയുന്നതാണോ? ഇവിടെ കാര്യമായ പ്രചരണതാണ്. മൂവർ സംഘമാണ് ഇത് പറയുന്നത്. അബ്ദുറഹ്മാൻ സലഫിയും അദ്ദേഹത്തിന്റെ വാലാട്ടികളായ അനസും ഹനീഫും ഇവർക്ക് മാത്രമേ ഈ വാദമുള്ളൂ ആണോ? ഈ അനസ്, ഹനീഫ്, അബ്ദുറഹ്മാൻ സലഫി എന്നൊക്കെ പറയുന്നത് എത്ര ആളുടെ കൂട്ടത്തിലുള്ള 3 ആളാ? ഈ കേരളത്തിൽ പ്രസംഗിക്കാൻ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ലേ ഒരു 100 ആളുണ്ടാവും. ആ 100 ആളുടെ കൂട്ടത്തിലായി 3 ആള്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ തെരുവുകളിൽ തൗഹീദി പ്രഭാഷണങ്ങൾ കേട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ശരീരവും ജീവനും വരാനിരിക്കുന്ന അപകടങ്ങളെ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ട് തൗഹീദി പ്രബോധനത്തിന് വേണ്ടി രാപ്പകലുകൾ നടക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ 100 കണക്കിന്, 1000 കണക്കിന്, 10000 കണക്കിന് മുജാഹിദികളുണ്ട്. ആ മുജാഹിദികൾ ഈ പിഴച്ചവാദം അംഗീകരിക്കോ? പുഴയിൽ വീഴുന്ന മനുഷ്യൻ ജിന്നെ കാക്കണേന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് അംഗീകരിക്കാൻ ഏത് മുജാഹിദിനെ കിട്ടും? 3 ആളുടെ വാദോ? എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞെടുക്കുക എന്ത്, ഞാൻ പ്രസംഗിച്ചപ്പോ എനിക്കെതിരെ മറുപടി പറയാൻ 25 ജമിയത്തുള്ളമേന്റെ പണ്ഡിതന്മാരാണ്. അപ്പൊ 3 ആളല്ലാന്ന് മനസ്സിലായില്ലേ? 3 ആളല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ 25 കൂടി ഉണ്ട്. അപ്പൊ 25 3 28ആയി. ഇനി അതിന്റെ ബാക്കി വേറെ. ഇതെന്താണെന്നറിയോ? ഇത് എല്ലാരും കൂടി ഒരേ സമയത്ത് പറഞ്ഞു നടക്കണ്ട, ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ട് 3 ആള് പറഞ്ഞു, അല്ലെങ്കിൽ 4 ആള് പറഞ്ഞു, അത് 5 ആളായി, 10 ആളായി, ആ 100 കണക്കിന് ആളുകളായി, 1000 കണക്കിന് മുജാഹിദികൾ ഇത് ഏറ്റെടുത്തു. അതുകൊണ്ട് ആ തൃശ്ശൂര് നടന്ന ഒരു പരിപാടി
സക്കരിയ സലാഹി പ്രസംഗിച്ചു. അവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവ്, നമ്മുടെ ഒരു പ്രവർത്തകനാ, പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ അയാൾ പറയാ, ആദ്യത്തെ 1.5 മണിക്കൂർ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ സംഘടന ഈ സാധുവിനെ ഇങ്ങനെ പുറത്താക്കിയത്. രണ്ടാമത്തെ 1.5 മണിക്കൂർ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇക്കാലം വരെ എന്തിനാ ഇയാളെ സംഘടന ഉള്ളിൽ വെച്ച് വരുന്നത്. കാരണം ആദ്യം പറഞ്ഞ എന്താ, അബ്ദുറഹ്മാൻ സലഫീന്റെ പീഡന കഥകളാണ്. അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ സംഘടനാ നേതൃത്വവും വർഷങ്ങളായി അദ്ദേഹത്തെ ഇങ്ങനെ ആ കൂട്ടിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പീഡനത്തിന്റെ കഥ പറഞ്ഞ് ആളുകളുടെ മനസ്സ് അത് കയ്യിലെടുക്കാനുള്ള ശ്രമം. വളരെ ആദരവോടെ പറയട്ടെ, സക്കരിയ സലാഹി, അതിനേക്കാളൊക്കെ ത്യാഗം സഹിച്ച ആളുകൾ ഈ സംഘടനയിൽ മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്ത മഹത്തായ സേവനങ്ങൾ എന്ന് പറയുന്നല്ലോ, അതിനേക്കാളൊക്കെ സേവനങ്ങൾ ഈ സംഘടനയ്ക്ക് ചെയ്ത ആളുകളുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, സംഘടനയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുക. വാദപ്രതിവാദങ്ങളിൽ, ഖണ്ഡന പ്രസംഗങ്ങളിൽ, ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ ഒക്കെ അപാരമായ പാണ്ഡിത്യം പ്രകടിപ്പിച്ച ആളുകൾ. പക്ഷേ അവരുടെ ആദർശം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ അറബിക് കോളേജിന്റെ പടി കയറാത്ത സാധാരണക്കാരൻ പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളെ പണി നോക്കിപ്പോയി, നിങ്ങൾ മുജാഹിദല്ല. അതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഇനി ഇത് കേരളത്തിൽ മാത്രം ചിലർ പറയുന്നതാണോ? അല്ല. മദീനയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ അഷ്റഫ് മൗലവി, കാസർഗോഡുകാരനാണ്, മുഹമ്മദ് അഷ്റഫ് മലൈബാരി, നമ്മുടെ ചെറിയ മുണ്ടത്തിന്റെയും അതേപോലെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെയും പരിഭാഷയ്ക്ക്, അദ്ദേഹം പുതിയതായി വരുന്ന പരിഭാഷയ്ക്ക് അദ്ദേഹമാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ആ അഷ്റഫ് മൗലവി ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രസംഗം കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നു ശിർക്കാണ്. കാരണം എന്താണെന്നറിയോ? ഈ തേടൽ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ജിന്നിനോട് സഹായം തേടൽ എന്തിനാ? പുഴയിൽ വീണിട്ട് ഒലിച്ചു പോകുമ്പോ ജിന്നെ കാക്കണേന്ന് ഒരുത്തനും പറയില്ല. കാരണം എന്താ? ഓനെന്നറിയാം ജിന്നി രക്ഷിക്കാലാന്ന്. ജിന്നി കേൾക്കയില്ല, രക്ഷിക്കയില്ല എന്നറിയാം. പിന്നെ ഇതെന്തിനു വേണ്ടിയാണെന്നറിയോ? ഇത് ചികിത്സാ രംഗത്താ ഉപയോഗിക്കൽ. ചികിത്സാ രംഗത്ത് അതാണ്. എവിടെ നോക്കിയാലും ഈ ജിന്നി സേവകരെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയാണ്. ഈ ജിന്നി സേവകന്മാരെ നമുക്ക് രംഗത്ത് കാണാൻ കഴിയും. പോയില്ലേ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ? മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പലരും പോയി. സക്കരിയ സലാഹി വരെ ഈ ചികിത്സകന്മാരുടെ അരികിലേക്ക് ആളെ വിട്ടു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ കേൾപ്പിക്കാം. ഇങ്ങനെ അദ്ദേഹം പറയാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളടുത്തേക്ക് ഒരാൾ വന്നു, ഒരു മാനസിക രോഗമുള്ള ഒരു മുജാഹിദ്, നിങ്ങൾ എന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കാൻ പറയും. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓത് എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ ആ നാട്ടിലൊരു ചികിത്സ നടത്തുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അയാളെ പറ്റിയൊരു വിവരമില്ല, അയാളെ ചികിത്സ എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളൊന്ന് പോയി നോക്ക് എന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുജാഹിദാരൻ പറയോ? സലാഹി അത് പറഞ്ഞു. ഞാൻ പിന്നീട് വിശദീകരിക്കാം. പറഞ്ഞത് ഇങ്ങനെ സഹായം തേടൽ, ഈ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്നത് കേരളം കണ്ടപ്പോ കുറച്ചാളുകൾ ഉണ്ടാക്കിയതല്ല. അഷ്റഫ് മൗലവി നടത്തിയ പ്രസംഗം കേട്ടോളൂ നിങ്ങൾ. ഈ ജിന്ന് എന്ന പേരിൽ, പിശാചി എന്ന പേരിൽ ഉള്ളതായ വിഭാഗം മനുഷ്യകോലത്തിലാണ് നമ്മുടെ മുമ്പിൽ പ്രകടപ്പെട്ടതെങ്കിൽ, മറ്റു മൃഗങ്ങളുടെ കോലത്തിലാണ് പ്രകടപ്പെട്ടതെങ്കിൽ, അവർ സംസാരിക്കുന്നതായ സംസാരം നമുക്ക് കേൾക്കുന്നത് കൊണ്ടോ അവർ ചോദിച്ചതിന് മറുപടി പറയുന്നത് കൊണ്ടോ തെറ്റില്ല. പക്ഷേ അവരോട് എന്ത് ചെയ്യരുത്? സഹായം തേടരുത്. അത് ഹറാമാണ്, അത് ശിർക്കാണ്, അത് അനിസ്ലാമികത്വമാണ്, പാടുള്ളതല്ല. ജിന്നുകളോടാണെങ്കിലും മലക്കളോടാണെങ്കിലും പാടുള്ളതല്ല. എന്നാൽ ഈ പിശാച്, അതെ, നാം പലയിടങ്ങളിലും കാണാറുള്ളത് പോലെ ഇവിടുത്തെ ഹൈഅത്ത് കിബാറുൽ ഉലമാ എന്ന സംഘം, പണ്ഡിത സഭ വിരോധിച്ചിരിക്കുകയാണ്. മന്ത്രിക്കുന്നവരോട് എന്ത്? ആ പിശാചിനോട് ചോദിക്കുക എന്ന പേരിൽ, ജിന്നിനോട് സംസാരിക്കുക എന്ന പേരിൽ സംസാരിക്കലും എന്നിട്ട് അത് അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കലും. അയാളിലുള്ള ജിന്ന് പറഞ്ഞു എന്ത്? അയാളിൽ ജിന്ന് നിക്ഷേപിക്കപ്പെട്ടത് ഇന്നാളിലൂടെയാണ്, അയാളിലേക്ക് പിശാച് വന്നത് ഇന്നാളിലൂടെയാണ്, അയാൾക്കുള്ള മരണം ഇന്നാളിലൂടെയാണ്, അയാളുള്ള കണ്ണീർ ഇന്നാളിലൂടെയാണ് എന്നത് വിശ്വസിച്ചിട്ട് അയാളെ വീട് കണ്ടെത്തി അയാളെ ദ്രോഹിക്കാൻ നിൽക്കുക, അയാളെ ആക്ഷേപിക്കുക, അയാളെ അതിന് നഷ്ടപരിഹാരം അയാൾക്ക് ഇത് മഹാ അപകടമാണ്. പാടില്ല. അതൊന്നും നമുക്ക് ഗൈബായ കാര്യമാണ്, മറഞ്ഞ കാര്യമാണ്. ആ പറയുന്ന ജിന്ന് ഒരു പക്ഷെ പിശാചാണെങ്കിൽ നമുക്ക് പിശാചോ മുസ്ലിമോ ഒന്നും നമ്മൾക്ക് അറിയില്ല, ഗൈബാണ്. അവൻ പിശാചല്ല ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തെളിവ്? നമ്മുടെ മുമ്പിൽ വല്ല തെളിവുണ്ടോ? ഇല്ല.
മനസ്സിലായില്ലേ? പിന്നെന്താ നിങ്ങൾ അവരോട് മറ്റു കോലത്താണെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞത്? അത് ഈ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പണ്ട് ഈത്തപ്പഴത്തിന് കാവൽ നിന്ന കഥ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹിയുടെ സക്കാത്തിന്റെ ഈത്തപ്പഴം ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് കാവൽ നിർത്തിയതായ വേളയിൽ എന്ത് ചെയ്തു? അബൂ ഹുറൈറയാണ് കാവൽക്കാരൻ. ആര് വന്നു? ഇബ്ലീസ് വന്നു. എന്നിട്ട് ആദ്യത്തെ ദിവസത്തിൽ ഇറക്കാൻ വന്ന രൂപത്തിലാണ് വരുന്നത്. എൻ്റെ കുട്ടികളൊക്കെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, മരിച്ചു പോകും പട്ടിണി കിടന്നുകൊണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് 1 അല്ല 2 അല്ല 3 ദിവസം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കളവാണ്, അദ്ദേഹം മടങ്ങി വരുമെന്ന് റസൂൽ പറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മടങ്ങി വന്നു റസൂൽ പറഞ്ഞതുപോലെ തന്നെ. 3-ാം ദിവസം അവൻ വീണ്ടും വന്നപ്പോൾ കക്കാൻ വേണ്ടി വരികയാണ്. പിടുത്തത്തിൽപ്പെട്ടപ്പോൾ ഞാൻ കഴിവില്ലാത്ത ആളാണെന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ ദിവസത്തിൽ പിടുത്തത്തിൽപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു റൂട്ട് പറഞ്ഞു തരാമെന്ന്. അത് ആയത്തുൽ കുർസിയുടെ പ്രത്യേകത പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തിയതായ ഒരു ശൈലിയായിരിക്കാം. അവനെ തന്നെ ഈ ആയത്തുൽ കുർസിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന പിശാചിനെ കൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത പറയിപ്പിക്കാന്നുള്ളത്. ഒരു മനുഷ്യൻ വിജ്ഞാനത്തിലൂടെ ശറഫ് നേടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിജ്ഞാനമുള്ള ആള് പിശാചാണെന്ന് ഒരു കവി പാടിയിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഇവർക്ക് അറിയാം. അറിയാത്ത കുറവൊന്നല്ലല്ലോ, അറിയാത്ത കുറവല്ല. പിന്നെയോ മത്സരബുദ്ധിയാണ്. മത്സരബുദ്ധി മനുഷ്യനെ നാം സാധാരണ കാണാറുണ്ട്. നിങ്ങളിലല്ല, മനുഷ്യന്മാരിൽ പലരും നല്ല ബുദ്ധിയുണ്ട്, നല്ല എഞ്ചിനീയർ, നല്ല ഡോക്ടർ, നല്ല ബുദ്ധിമാൻ, നല്ല ശാസ്ത്രജ്ഞൻ, ഇതെല്ലാം ഉണ്ട്. പ്രസംഗിച്ചാൽ നല്ല 1-ാം നമ്പർ പ്രസംഗം, സംസാരിച്ചാൽ നല്ല 1-ാം നമ്പർ സംസാരം. അതേ സമയത്ത് മതം പറഞ്ഞാൽ, ദീൻ പറഞ്ഞാൽ, പരലോകം പറഞ്ഞാൽ കേറൂല, സ്കരിക്കാൻ പറഞ്ഞാൽ കേറൂല, അല്ലേ? അതൊക്കെ നാം കാണാറുള്ളതാണ്. എന്നതുപോലെ പിശാചിന് അറിവിന് കുറവൊന്നുമില്ല. മൂപ്പര് പറഞ്ഞു കൊടുത്തതാണ് എന്ത്? ആയത്തുൽ കുർസി ഓതിയാൽ മതി. ആയത്തുൽ കുർസി ഓതിയാൽ റസൂലുള്ളാഹി ഇത് 2 തവണ 3 തവണ കേൾക്കുമ്പോൾ റസൂലുള്ളാഹി അവൻ പിശാചാണ്, അവനോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിശാചോ ജിന്നോ മനുഷ്യകോലത്തിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. നമുക്ക് അവരുടെ ലോകത്തെക്കുറിച്ച് അറിയൂല, അവരുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയൂല. അവർ വേറെ കൊലത്തിലായി മാറുകയാണെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ട്, ആ ശബ്ദത്തിന് മറുപടി നൽകാം, ചോദ്യത്തിന് മറുപടി നൽകാം, ചോദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. പക്ഷേ അവരോട് സഹായം തേടുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ അവരുടെ വാക്ക് അടിസ്ഥാനമാക്കി വല്ലതും നാം പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് കഹനത്തുമായിട്ട് സഹായം തേടുന്ന ഇനത്തിൽപ്പെടും. കഹനത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? കേട്ടല്ലോ, ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല. അത് ശിർക്കാണ്, ഹറാമാണ്, അനിസ്ലാമികത്വമാണ്. നമ്മളെ മുമ്പിൽ വന്നാൽ പോലും ഇവിടെ എന്താ പറയുന്നത്? ഹാജരായ ജിന്ന് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് സലാഹി പറയുന്നത്. പിന്നെ മനുഷ്യരൂപത്തിൽ നമ്മളടുത്ത് വന്നു, എന്നിട്ട് ഒരാൾ പറയാ ജിന്നാണ്, നമുക്ക് എന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല. ആ മനുഷ്യൻ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യനോട് സംസാരിക്കാം. അതാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. മനസ്സിലായോ സഹാബികൾക്കാർക്കെങ്കിലും മലക്കാണ്? മനസ്സിലായില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലായോ ശൈത്താനാണ്? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് ഇവിടെ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രയാസത്തിൽ ഒരു മനുഷ്യൻ അകപ്പെടുന്നു, പുഴയിൽ വീഴുന്നു, ഒഴുകിപ്പോകുന്നു. അവിടെ അയാൾ ജിന്നിനോട് സഹായിക്കണേന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ലേ? സക്കരിയ സലാഹി പറയുന്നു ശിർക്കല്ല. ജമിയത്തുൽ ഉലമ പറയുന്നു ശിർക്കാണ്. ഈ ഒരു വാദം, ഈ അപകടകരമായ വാദം, അതിനെയാണ് മുജാഹിദികൾ എതിർക്കുന്നത്. ഇതെവിടുന്ന ഇവർക്ക് കിട്ടിയത്? ഇത് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ്. കേരളത്തിൽ ആദ്യമായി എഴുതിയത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലവി എഴുതി.
ജബ്ബാർ മൗലവി എഴുതിയത് ശരിയാണ് എന്ന് വിചാരിച്ച് സക്കരിയ സലാഹി പറഞ്ഞു. സക്കരിയ സലാഹി വലിയ പണ്ഡിതനല്ലേ, മൂപ്പര് പറഞ്ഞാൽ തെറ്റൂല എന്ന് വിചാരിച്ച് വേറെ കുറെ ആളുകളും പറഞ്ഞു. അത് ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകൾ വരെ. ഇപ്പോ കേരളത്തിൽ പ്രബോധന രംഗത്തുള്ള ആളുകളെ പറ്റി നമുക്കറിയാലോ. ചിലര് പ്രസംഗകന്മാരാണ്, ഇപ്പൊ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആളുകളാണ്. ചിലര് പണ്ഡിതന്മാരാണ്, അവര് കിതാബോധി പഠിച്ച് വിവരമുള്ള ആളുകളാണ്. ചിലരോ വലിയ വിവരമൊന്നും ഇല്ലാത്ത ആളുകളാണ്, പക്ഷെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ വസ്തുതകൾ അവർക്ക് പറയാൻ കഴിയും. നേരെ മറിച്ചൊരു കിതാബ് എടുത്ത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനെയുള്ള ആളുകൾ വരെ. പണ്ട് ജഡ്ജിന്റെ മുമ്പിൽ ചെന്നിട്ട് ആൾ പറഞ്ഞല്ലോ, ജഡ്ജി ചോദിച്ചു, വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ഇംഗ്ലീഷ് പറഞ്ഞു, ഒരു വാക്ക്. ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ? ആ, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. എങ്കിൽ ഇതൊന്ന് വായിക്കൂന്ന് പറഞ്ഞു. അത് ഇയാളുടെ ഭാഷാജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ് കേസ്. ജഡ്ജി നിയമപുസ്തകം എടുത്ത് കൈ കൊടുത്തു. ഇയാൾ ഈ തടിച്ച പുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ഒക്കെ ഒന്ന് മറിച്ചൊക്കെ നോക്കിയിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സർ ഇത് ഇംഗ്ലീഷ് തന്നെയാണ്, ഉറപ്പാണ്. ഇംഗ്ലീഷിനെ പറ്റി മൂപ്പർക്കുള്ള ധാരണ അതാ. അതേമാതിരി ചില കിതാബൊക്കെ കണ്ടാൽ ഇത് കിതാബ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അത്രമാത്രം മഹത്തായ ഇൽമുള്ള ആളുകളൊക്കെ ജമിയത്തുൽ ഉലമക്ക് എന്ത് വിവരമുള്ളത്? ജമിയത്തുൽ ഉലമക്ക് എന്ത് ഇൽമാണുള്ളത്? കേരളത്തിലെ ജമിയത്തുൽ ഉലമ പിരിച്ചുവിട്ടൂടെ എന്നൊക്കെ ചോദിച്ച് പ്രസംഗിച്ച് നടക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാ ഇത് കടന്നു വന്നത്. അത്തരം ആളുകളോടാണ് ഈ മുടിവിവാദം ഉണ്ടായപ്പോ ഒരു മൊയ്ലിയാർ പറഞ്ഞ കവിത ഉണ്ട്. എന്താണ്? മന്നനോ മന്നൻ മതിമറന്ന് തൂങ്ങി, മങ്കയോ മങ്ക അത് കണ്ട് തൂങ്ങി, അല്ലയോ എരപ്പാളി നീ എന്തിന് തൂങ്ങി എന്നാണ്. കാന്തപുരം മുടി കൊണ്ടുവന്നത് ഇവിടെ കച്ചവടം നടത്താൻ, ഹക്കീം മൂപ്പര മകൻ അതിൻ്റെ ഒപ്പം നിന്നത് പാർട്ട്ണർഷിപ്പ് കിട്ടും എന്നുള്ള നിലക്ക്, അനന്തരം കിട്ടും എന്നുള്ള നിലക്ക്. അല്ല പേരോട് നിങ്ങൾ എന്തിനാ അതിന്റെ പിന്നാലെ കൂടിയത്? അതേപോലെ ചെറിയ മുണ്ടിൽ എന്തിനോ പറഞ്ഞു, അത് കേട്ട് ജബ്ബാർ മൗലവിയും പറഞ്ഞു, അത് കേട്ട് സക്കരിയ സലാഹിയും പറഞ്ഞു. അതിന്റെ പിന്നെ കൂടിയ ചില ആളുകളോടാണ് നമ്മൾ അവസാനത്തെ വരി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ തൂങ്ങിയത്? നിങ്ങൾക്ക് ഇതെന്താ മനസ്സിലായത്? 2007 ഇസ്ലാഹിൽ വന്ന ലേഖനം 2012 വരെ കാണാത്തവരായി പ്രസംഗിച്ച് നടക്കുന്നത്. ഒരു ചങ്ങാതിയോട് ഇപ്പോ ഇന്റർനെറ്റിന്റെ കണ്ണാടിക്കൂട്ടിലിരുന്ന് സൗദി അറേബ്യയിൽ പോയി മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ പണ്ഡിതന്മാരെയും മുച്ചൂടും തെറി വിളിച്ച് നടക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളോട് ഞാൻ ചോദിച്ചു, നീ ഇസ്ലാം കണ്ടിട്ടുണ്ടോ? 5 കൊല്ലം കഴിഞ്ഞിട്ടാ ചോദിച്ചത്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ എന്തായി പ്രസംഗിച്ച് നടക്കുന്നത്? ഇതാണ് അവസ്ഥ. ചെറിയ മുണ്ടമ്മത് എഴുതി ഇപ്പൊ മടവൂരികൾ ഇങ്ങനെ എന്താണ് ഒരു നവയാഥാസ്ഥിതികതയുടെ ഒരു പതിറ്റാണ്ട് എന്നാണ് മടവൂരികളുടെ പ്രചരണം. മടവൂരികളെ ഒരു പതിറ്റാണ്ടല്ല, 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലമുണ്ട്. ആരാണ് ഈ യാഥാസ്ഥികത ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നെന്നറിയുമോ? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ഇപ്പോഴും അദ്ദേഹത്തിന് അവിശ്വാസമാണ്. അതിനെ ന്യായീകരിച്ച് നടക്കുന്നതോ അലിമദനിയെ പോലെയുള്ള ആളുകൾ. എന്താ ചെറിയ മുണ്ട എഴുതിയത്? കേട്ടോളൂ നിങ്ങൾ, അലിമദനിയുടെ നാവിൽ നിന്ന് തന്നെ. ചെറിയ മുണ്ട എന്താ പറഞ്ഞത്? ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. മനസ്സിലായില്ലേ? ചെറിയ മുണ്ട പാരഗ്രാഫിൽ തുടങ്ങുന്നത് അങ്ങനെ തന്നെ. ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ വിജനപ്രദേശത്തുണ്ടാക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഇതാണ് ചെറിയ മുണ്ടം പറഞ്ഞത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വായിച്ചതാ. അതെന്നെ ജബ്ബാർ മൗലവിയും പറഞ്ഞത്. വിജനപ്രദേശത്തെ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. കേരളത്തിൽ ആദ്യമായി വിവരക്കേട് എഴുതി വെച്ചത് ചെറിയ മുണ്ടമാണ്.
ചെറിയ മുണ്ടൻ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം വിവരമില്ലാത്തവനല്ല ഞാൻ പറഞ്ഞത്, ഈ എഴുതിയ സംഗതി വിവരക്കേടാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും ശബാബിന്റെ ചീഫ് എഡിറ്റർ. ഈ യാഥാസ്ഥികനെ അല്ലാതെ മടവൂരികളെ നിങ്ങൾക്കൊരു ചീഫ് എഡിറ്ററെ വേറെ കിട്ടിയില്ലേ? ഈ തെറ്റായ ആദർശം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന സക്കരിയ സലാഹിയോട് ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഇതിവിടെ. ജബ്ബാർ മൗലവിയോട് ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഇതിവിടെ. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ആളുകളുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് ചെറിയ മുണ്ടൻ പറഞ്ഞത് തെറ്റാണ്? നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. സലാം സുല്ലമീന്റെ നമ്പർ മടവൂരികളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടൊന്ന് വിളിച്ചു നോക്കിയാൽ മതി. 2 ആഴ്ച മുമ്പേ ഞാൻ വിളിച്ചു. അല്ല സർ, നിങ്ങൾ ഈ ചെറിയ മുണ്ട എഴുതിയത് ശരിയാണ് എന്നിനാണ് നിങ്ങളെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? ദജ്ജാലുകളല്ലാതെ പറഞ്ഞു നടക്കൂല, പച്ച ശിർക്ക അയാൾ പറഞ്ഞു നടക്കണത്. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ അയാളെ പുറത്താക്കിയത്? അതിന് അയാൾ മടവൂരിയാ? സലാം സുല്ലമിയാ ചോദിക്കണ എന്ത്? അതിന് അയാൾ മടവൂരിയാ? അയാൾ മടവൂരി എന്നല്ലല്ലോ. മടവൂരികൾ ഏത് സ്റ്റേജിലാണ് അയാൾ കയറാറുള്ളത്? മടവൂരികളുടെ പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററാണ് ചെറിയ മുണ്ടം. ആ ചെറിയ മുണ്ടത്തിന്റെ വാദം പച്ചയായ ശിർക്കാണ് എന്ന് എടവണ്ണ അബ്ദുസലാം സുല്ലമി. മടവൂരികളെ ആരാണ് യാഥാസ്ഥികൻ? അതിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് പോരെ മുജാഹിദികളുടെ നേരെ കുതിര കയറൽ? മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിലപാട് കൃത്യമാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, സക്കരിയ സലാഹിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശിർക്ക വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, ശിർക്കല്ലേ ആരോപിക്കണത് എന്നാ. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജിന്നുകളോട് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാമെന്ന വാദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലുമുള്ള ജിന്നിനോട് എന്തെങ്കിലും സഹായം തേടാമെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താ? സക്കരിയ സലാഹി പറഞ്ഞത് മാത്രം. എന്ത്? ഇവിടെ അടുത്തുള്ള ഒരു ജിന്നിനോട് ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ, ഉദാഹരണം തന്നെ ഓർമ്മിച്ചാൽ മതി, പുഴയിലേക്ക് വീഴുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന സക്കരിയ സലാഹിയുടെ വാദം അത് അപകടമാണ്. ഇതാ കേന്ദ്രം പറഞ്ഞത്, അതാ KJI പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു തരത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് യാ ഇബാദല്ലാഹ് ഹദീസില്ലേ എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെളിവ് പറയണവനും ഉറപ്പാണ് ദുർബലാണ് എന്ന്. ആരോടാണോ പറയുന്നത് ഓൽക്കും ഉറപ്പാണ് ദുർബലാണ്, പിന്നെ അത് തെളിവിനുള്ളൂ. ഈ വാദി ഇവരിങ്ങനെ ഇവിടെ പറഞ്ഞുണ്ടാക്കി. മൂവാറ്റുപുഴ സംവാദത്തിൽ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഇതിലെ 1-ാമത്തെ കത്തിൽ അദ്ദേഹം കാര്യമായി പറയുന്നത് എന്താ? ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴ സംവാദത്തിൽ നമ്മൾ പറഞ്ഞത് വലിയ അബദ്ധമായി പോയി. യായിബാദല്ലാഹിനൂനിന്ന് പണ്ട് പലരും പറഞ്ഞതല്ലേ. ചോദ്യം എന്താന്ന് മനസ്സിലായിട്ടില്ല, മൂപ്പർക്ക് ഉത്തരം എന്താന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാത്തതുകൊണ്ടല്ല, വിരോധമാണ്, വിരോധം, അന്ധമായ വിരോധം. അദ്ദേഹത്തിന്റെ ഈ തെറ്റായ വാദത്തെ ന്യായീകരിക്കാത്തത് കൊണ്ടുള്ള അന്ധമായ വിരോധം. മുജാഹിദികളെ, നിങ്ങൾ കേൾക്കുക മൂവാറ്റുപുഴ സംവാദത്തിലെ ആ ചോദ്യോത്തരം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ അതിൽ പറഞ്ഞത് ശിർക്ക് തെറ്റാണോ ശരിയാണോ എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏതായാലും ആമുഖങ്ങളില്ലാതെ നേരെ ചോദ്യത്തിലേക്ക് കടത്തിവെച്ച്, പ്രയാസത്തിലകപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ 1-ാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വിഷയാവതരണത്തിലും
ഈ വിഷയത്തിലും വാദത്തിലുമൊക്കെ പറഞ്ഞ ഒരു സംഗതി, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രാർത്ഥന തിരിയാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ഇവര് വളരെ ബോധപൂർവം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമുദായത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥന മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും സഹായിക്കും എന്ന രൂപത്തിൽ, എന്ന വിശ്വാസത്തിൽ ഒരാൾ യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതാണ് അതിന്റെ മറുപടി. ഞങ്ങൾ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിൽ മഹാന്മാരായ സ്വഹാബികൾ നമ്മുടെ കേരളത്തിൽ പഠിപ്പിച്ച മഹത്തായ ആദർശത്തിന് തുരങ്കം വെച്ചുകൊണ്ട് 921 ശേഷം കടന്നു വന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ നടന്ന ചില സംസാരങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മറുഭാഗത്ത് വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയെടുത്തു. കുടിക്കുന്നത് കള്ള് തന്നെയാണ്, പക്ഷെ പറയുന്നത് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത്. കള്ളിനെ മധുരപാനീയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് തന്നെ തേടിയാലും, ആരോട് ദുആ നടത്തിയാലും, ആരോട് പ്രാർത്ഥന നടത്തിയാലും അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, അവർ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങളുടെ ദുആ കേട്ടാലും അവർ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിങ്ങൾ ആരോടാണോ തേടിയത്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥന നടത്തിയത്, നിങ്ങൾ ആരോടാണോ ദുആ നടത്തിയത്, ആ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംശയമില്ല. കാരണം ഈ ആയത്ത്, ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്കിങ്ങനെ വായിക്കാം. ഇൻ തദഊഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത്? ഇൻ തദഊഹും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി, പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഅഖിൽ, ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവർക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായികത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയാഇ,
റുസുലി നബിമാരാകട്ടെ, വശയാത്തീനി പിശാചുക്കളാകട്ടെ, ഇങ്ങനെ ആരോട് തന്നെ ഈ ഒരു തേട്ടം നടത്തിയാലും ഈ ഒരു പ്രാർത്ഥന നടത്തിയാലും അത് ശിർക്കാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞത്. ഇന്നും മുജാഹിദുകൾക്ക് അത് തന്നെയാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഇതാണ് മൂവാറ്റുപുഴയിലെ ചോദ്യവും മറുപടി. സക്കരിയ സലാഹി ഈ നോട്ടീസ് പറയുന്നത് എന്താണ്? ആ മറുപടി പറഞ്ഞതോടുകൂടി തെറ്റിയത് സലഫി പ്രസ്ഥാനത്തിനല്ല, കായക്കൊടിക്കാണ് തെറ്റുപറ്റിയത്. അദ്ദേഹം സംഘടനയ്ക്ക് കൊടുത്ത കത്തിൽ ഏതാണ്ട് നമ്പറിട്ട് അദ്ദേഹം പറയുന്ന 12 മുതൽ 18, 21 വരെയുള്ള ഈ നമ്പറുകളിൽ അദ്ദേഹം പറയുന്നതൊക്കെ ഇതാണ്. കൂട്ടത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്ത്? നമ്മൾ പുറത്തിറക്കിയ മൂവാറ്റുപുഴ സംവാദ CD, പ്രത്യേകിച്ചും സുന്നികളുടെ ചോദ്യ സെഷൻ നേതൃത്വം സശ്രദ്ധം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണെന്ന് നമ്മൾ സുന്നികളുടെ മുമ്പിൽ വിശദീകരിച്ചത് കൊണ്ട് ഇമാമിങ്ങൾ ശിർക്ക് പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്ക് അവരുടെ മുമ്പിൽ അംഗീകരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഓലെ ചോദ്യം ശിർക്കല്ല എന്നാണ് സക്കരിയ സലാഹിന്റെ വാദം. വിജനപ്രദേശത്തെ അകപ്പെട്ട ഒരാളെ ജിന്നും മലക്കും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി വിശ്വസിക്കുന്നു. കേരളത്തിലെ മുജാഹിദികൾ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് മുജാഹിദികൾ പറഞ്ഞു നടക്കേണ്ടി വന്നത്. ഈ ആളുകളുടെ പ്രസംഗം, ഈ ആളുകളുടെ പ്രവർത്തനം, ഈ ജാതി കത്ത്, ഇതൊക്കെ ഈ നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഉമർ മൗലവിയുടെ ഒരു വാക്ക് ഓർമ്മിച്ചു പോയി. അതുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു, അത് കേൾക്കുക. അസ്സലാമു അലൈക്കും. ഖുർആനിൽ അങ്ങോളം നോക്കിയാൽ 100 കണക്കിന് ആയത്തുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്നത്. എന്താണ് ഇബാദത്ത് എന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം വളരെ ലളിതമാണ്. ഖുർആനിലും ഹദീസിലും ഇതിന്റെ വിശദീകരണം വന്നിട്ടില്ലെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഭയങ്കരമായ നന്ദികേടാണ്, നിഷേധമാണ്. ഈ അത്ഭുതമാണ് ആ കാര്യം. ഖുർആനിലും ഹദീസിനെയും പറ്റി വിശദീകരണം ഇല്ലാന്ന് ഒരു വലിയ മഹാപണ്ഡിതൻ എഴുതി ആളൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നു. എത്ര ഭയങ്കരമായ നന്ദികേടാണിത്. എന്താണ് റസൂൽ പറഞ്ഞതെന്ന് അറിയുമോ? ഖലാസ്. ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാചകം, അത് മതി. ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അതല്ലേ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. ഇതെന്താ പ്രാർത്ഥന? അവിടെയും ചിന്താക്കുഴപ്പം ഇളക്കിവിട്ടിരിക്കുന്നു ചില ആളുകൾ. ഒരാൾ വയന്ന് പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു പോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും ഷെയ്ഖേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ, അതുപോലെ മറ്റതിനും ആക്ഷേപമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രാസംഗികൻ. അങ്ങനെ ആകെ കുഴച്ചു മറിച്ച് നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കൽ ആവശ്യമായി വന്നു. അസ്സലാമു അലൈക്കും. ചോദ്യം സലഫിയോടാണ്. സലഫിയുടെ പ്രഭാഷണത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ പാലപ്പെട്ടി പ്രഭാഷണത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ്. ഒരു മൊബൈൽ കവറിൽ നിന്നെടുത്ത്, ഞാൻ മുജാഹിദ് ഇല്ലെങ്കിൽ മൊബൈൽ ഇതുപോലെയാണ് സംഘടന എന്ന് പറഞ്ഞത്. അത് കളവല്ലേ അങ്ങ് പറഞ്ഞത്? ഇത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആ ഭാഗം ഇവിടെ കേൾപ്പിക്കാം. പാലപ്പെട്ടി പ്രസംഗം എന്നുണ്ടോ ഒന്ന് കേൾക്കാനാണ്. പാലപ്പെട്ടി പ്രസംഗം തന്നെ ഉണ്ടോ? പാലപ്പെട്ടി പ്രസംഗം ഉണ്ടോ? പിന്നെ നിങ്ങളതിന്റെ ചോദ്യത്തിൽ പാലപ്പെട്ടി പ്രസംഗം എന്ന് പറഞ്ഞത് എവിടെ? പാലപ്പെട്ടിയിൽ എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞോ? പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞത് പാലപ്പെട്ടി പ്രസംഗത്തിൽ മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ ചെയ്തു എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു എന്നാ അല്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. പാലപ്പെട്ടി പ്രസംഗം മുജാഹിദ് ബാലുശ്ശേരിയുടെ പാലപ്പെട്ടി പ്രഭാഷണത്തിൽ പറഞ്ഞാല് ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ്. ആയിക്കോട്ടെ. പാലപ്പെട്ടി പ്രസംഗത്തിൽ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഈ ഓഡിയൻസ് ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ടത് ജിന്നിന് കൊടുക്കാമെന്ന് വാദിച്ച് കടന്നു വന്ന സക്കരിയ മൗലവി, ആ വിഷയത്തിൽ വിശദീകരണങ്ങൾ കേട്ടു നിങ്ങൾ.
അദ്ദേഹത്തിന്റെ ക്ലിപ്പിട്ടു. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ ശിർക്കല്ലേ എന്ന ഈ അടിസ്ഥാനപരമായ ആശയത്തിൽ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, ഭൗതികമായ കാര്യം ജിന്നിനോട് ചോദിക്കാമെന്ന പിഴച്ച വാദത്തിനെതിരെ സംഘടിപ്പിച്ച പരിപാടി. ആ പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തിട്ട് പാലപ്പെട്ടി പ്രസംഗവും കോലപ്പെട്ടി പ്രസംഗവും അതുപോലെ തന്നെ ഇസ്ലാഹിൽ ആരെ വിളിച്ചു എന്ന ചോദ്യവും അയാളുടെ പേരെന്തെന്ന് ചോദ്യവും കളവ് ആര് പറയുമെന്ന വിശദീകരണവും. എന്തിനാണ് ഈ മറപിടിക്കൽ? എന്തിനാണ് ഈ മറപിടിക്കൽ? എന്തിനാണ് ഈ മറപിടിക്കൽ? ഇവിടെ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണോ അതോ ശിർക്കാണോ? അനുവദനീയമാകുന്ന മേഖലയുണ്ടോ? അപ്പോ സ്വാഭാവികമായും ഈ അടിസ്ഥാനപരമായ തൗഹീദിന്റെ കാര്യത്തിൽ പിഴവ് പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് അവിശ്വാസം പ്രചരിപ്പിച്ച് നരകത്തിലേക്ക് ഈ ജനതയെ കൊണ്ടുപോകുമ്പോ, അവിശ്വാസത്തിലേക്ക് ഈ ജനതയെ കൊണ്ടുപോകുമ്പോ അതിനെതിരെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികൾ അവിടെ നിന്ന് യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ച് പാലപ്പെട്ടി പ്രസംഗം, അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഇവിടെ നടന്നിട്ടില്ല. പാലപ്പെട്ടി പ്രസംഗത്തിലല്ല മുജാഹിദ് ബാലുശ്ശേരി ഇത് പറഞ്ഞത്. നേരെ മറിച്ച് അദ്ദേഹം ഇപ്പോഴുള്ള സൗദി അറേബ്യയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം മൊബൈൽ ഫോൺ എടുത്ത് അതിന്റെ കവർ ഊരി മാറ്റി, കവറിൽ നിന്ന് മൊബൈൽ ഊരി മാറ്റിയിട്ട് ആ കവർ ഉയർത്തി കാണിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ഇതുപോലെയാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന്, ഇതുപോലെയാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന്. മുജാഹിദില്ലാത്ത മുജാഹിദ് പ്രസ്ഥാനം മൊബൈലിൽ നിന്ന് കവർ ഊരിയ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അത് വേദനയുണ്ട്. ഈ ആദർശത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ട്. അത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും. പാലപ്പെട്ടി പ്രസംഗത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. പാലപ്പെട്ടി പ്രസംഗത്തിലെ പരാമർശം അതാണ്. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഭൗതിക പ്രത്യയശാസ്ത്രത്തിന് അല്ല നവോത്ഥാന സംഘടനകൾ. അദ്ദേഹം നടത്തിയ പ്രയോഗം അങ്ങനെയാണ്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലധികം ആയുഷില്ല. ഇതാ ഇവിടെ ഒരു പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്, ആ നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി സമ്മേളനം നടത്തുകയാണ്. ഏതാണ് ആ പ്രസ്ഥാനം? പറയൂ. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ സമ്മേളനം നടത്തുന്ന ഇന്ന് കേരളത്തിലെ ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിൽ, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയത്തെ സൂചിപ്പിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന കേരള നുദൂത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ, ISMന്റെ പ്രവർത്തകർ, MSMന്റെ പ്രവർത്തകർ, MGMന്റെ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ച് സ്റ്റേജ് കെട്ടിക്കൊടുത്ത് പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുവരികയും അദ്ദേഹത്തിന് ആവശ്യമായത് മുഴുവനും ഒരുക്കി കൊടുക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജും പേജും അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വളർന്നു വന്ന ആ വ്യക്തി തന്നെ പ്രസംഗത്തിൽ പറയുന്നത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അത് ആ പ്രസ്ഥാനത്തിന്റെ പതനവുമാണ് എന്ന തരത്തിൽ ദ്യോതിപ്പിക്കുന്ന പ്രസംഗം. 8ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പതനത്തിന്റെ പ്രസ്ഥാനമാണെന്ന് കേൾക്കുമ്പോ, ഈ പ്രസ്ഥാനം പതനത്തിലാണെന്ന് കേൾക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈ ആദർശത്തോട് സ്നേഹമുള്ളവർക്ക് വേദനയുണ്ടാകും, സ്വാഭാവികമായ വേദന. മാത്രമല്ല അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ഇബ്നു ഖൽദൂൻ തന്നെ മുഖദ്ദിമയിൽ പറഞ്ഞു എന്ന പേരിൽ ഒരു വാചകമെടുത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉദ്ധരിക്കുമ്പോ ഇബ്നു ഖൽദൂൻ പറഞ്ഞത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിന്റെ ആയുസുണ്ട് എന്നാണ്. ഒരു നൂറ്റാണ്ട് എത്തുന്നതിന് മുമ്പ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നു വീഴുമെന്നാണെങ്കിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ, അള്ളാഹുവിന്റെ തൗഹീദ് പറയുന്ന പ്രസ്ഥാനത്തെ, പ്രവാചകന്റെ സുന്നത്ത് പറയുന്ന പ്രസ്ഥാനത്തെ കമ്മ്യൂണിസം പോലെ, അതുപോലെ തന്നെ മാവോയിസം പോലെ ഒരു ഭൗതിക പ്രത്യയശാസ്ത്രം, ആ ഭൗതിക പ്രത്യയശാസ്ത്രമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന അർത്ഥം അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കാന്തപുരം സുന്നികൾ അവർ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം കമ്മ്യൂണിസം പോലെ ഒരു പ്രസ്ഥാനമാണ്, ഭൗതിക പ്രസ്ഥാനമാണ്, ഒരു പ്രസ്ഥാനമാണ്. ഒരു നൂറ്റാണ്ട് കൊണ്ട് അതിനുള്ളിൽ അത് കാലമൃതി പ്രാപിക്കും, അത് നശിച്ചു പോകും, അത് തകർന്നു പോകുമെന്ന് മുജാഹിദ് പണ്ഡിതൻ തന്നെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാകും. അതാണ് അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചത്. ഇവിടെയും ചില ആളുകൾ, ഒന്നുകൂടി തുറന്നു പറയട്ടെ, ചില ആളുകൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകൾക്കെതിരായ ചില സംഗതികൾ പ്രവർത്തിക്കുകയും മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ അന്ധവിശ്വാസവും
സക്കറിയ മൗലവി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഫറും അതിന്റെ അണിയറയിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്ത, ഞങ്ങൾ പോയി വേറൊരു സംഘടന ഉണ്ടാക്കട്ടെ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടാക്കി, അത് ആഭ്യന്തര പ്രശ്നമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും സംഘടന നടപടി സ്വീകരിക്കുമ്പോൾ പുറത്തുപോയി ഞങ്ങളെ പുറത്താക്കി എന്ന് കരഞ്ഞു നടക്കുവാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരികയും ബിസികൾ അഥവാ ഈ പ്രസ്ഥാനത്തിൽ നേരത്തെ കഴിഞ്ഞുപോയ മടവൂരികൾ കേരള വ്യാപകമായി അവർ സംഘടിപ്പിച്ച സംഘടനാ വ്യവസ്ഥയുടെ ഭാഗമായി അവർ നടപ്പിലാക്കിയ വാളണ്ടിയർ കോറിൽ നിന്ന് അടവും തടവും പഠിച്ച ചില ആളുകൾ വൈറസുകളായി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് പൂരൂരും അതുപോലെ തന്നെ കോഴിക്കോടും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഇത്തരം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ അംഗീകരിക്കുകയില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അംഗീകരിക്കുകയില്ല. ജിന്നിനോട് സഹായം തേടിയാൽ ഭൗതികമായ സഹായമാണെങ്കിൽ അത് ശിർക്കല്ല എന്ന വഴികേടിന്റെ വാദം പറഞ്ഞു വരുന്നവൻ ആരായാലും ഏത് കൊലകൊമ്പനായാലും അയാൾ ഇന്ന് അലങ്കരിക്കുന്ന ആ സ്ഥാനം എത്ര ഉന്നതമായ സ്ഥാനമാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിയും. അവരെ മുജാഹിദ് പ്രസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. ഈ ആദർശം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉയർത്തിപ്പിടിച്ച ആദർശത്തിനെതിരെ ഒരക്ഷരം നീ സംസാരിച്ചാൽ നിനക്ക് ആ സ്റ്റേജിൽ കയറി ഞാൻ മറുപടി പറയും. നിന്റെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ അനസുണ്ടാകും. ഞാൻ അവിടെ ചെന്നു, കൊല്ലത്ത് ചെന്നു. എന്തേ തൃശ്ശൂരത്തെ വീര്യം കൊല്ലത്ത് കാട്ടിയില്ല? എന്തേ അതിനുശേഷം നടത്തിയ വീര്യം കൊല്ലത്ത് കാട്ടിയില്ല? അറിയാം, അവിടെ കുട്ടികളിരിപ്പുണ്ട്, കേറി മറുപടി പറയും എന്നറിയാം. അവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ മഹദനിയെ പോലെ ഒരു പ്രസംഗം പ്രസംഗിച്ചു പോയി. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനമാണ്. മടവൂരിനെ പോലെ വളരെയധികം ഗാംഭീര്യത്തോടെ പത്രക്കോളങ്ങളിൽ ഫോട്ടോ നിറച്ച് ഇറങ്ങി വന്ന കൊലകൊമ്പന്മാർ വിചാരിച്ചത് ഈ പ്രസ്ഥാനത്തെ കാൽക്കീഴിലാക്കാമെന്നാണ്. ആ മടവൂരിസത്തിന്റെ കാലറുത്ത പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാ മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ മുജാഹിദികൾക്ക് വീര്യം ചോർന്നു പോയിട്ടില്ല. തൗഹീദിന്റെ ആ ശക്തി ചോർന്നു പോയിട്ടില്ല. സുന്നത്തിന്റെ വീര്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഞങ്ങളുടെ തല ഈ ആദർശബോധമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കണ്ടകടച്ചാതി ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കുറിപ്പുകൾ നോക്കി അത് പ്രത്യയശാസ്ത്രമായി പ്രസംഗിക്കുന്ന നാലാംകിട അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കുറുക്കു വഴികളിലൂടെ കടന്നു വന്ന ആളുകളെ കുറിച്ചല്ല സംസാരം. നേരെ മറിച്ച് ഈ ആദർശത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും സമൂഹത്തിലെ നേതാക്കന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ഈ തൗഹീദിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ TP അബ്ദുള്ള കോയ മദനിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ സക്കറിയ മൗലവിയുടെ ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന ഈ കുഫ്രൻ വാദം, ഈ ശിർക്കൻ വാദം ഈ കേരളത്തിന്റെ മണ്ണിൽ നിലംതൊടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആണത്തത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അതിനോട് അരിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കട്ടെ, അദ്ദേഹം നാളെ താമരശ്ശേരിയിൽ വരുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ താമരശ്ശേരിയിൽ പോകണ്ട, നിങ്ങൾ എറണാകുളത്ത് പോകണ്ട, നിങ്ങൾ ആലുവയിൽ പോകണ്ട, നിങ്ങൾ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങണ്ട. വരൂ, ആൺകുട്ടികളുണ്ട് നിങ്ങളെ നേരിടാൻ. നിങ്ങൾ പറയുന്ന പിഴച്ച വാദം തെളിയിക്കാൻ, ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ, ഹദീത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് നാവിന് ബലമുണ്ടെങ്കിൽ വന്നു നിൽക്കൂ ഞങ്ങളുടെ മുന്നിൽ. അബ്ദുറഹ്മാൻ സലഫി വേണ്ട, AP അബ്ദുൽ ഖാദർ മൗലവി വേണ്ട, TP അബ്ദുള്ള കോയ മദനി വേണ്ട. നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും നിങ്ങളെക്കാൾ അറിവ് കൊണ്ടും താഴ്ന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ ആദർശത്തിന്റെ പാപ്പരത്വം ഈ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാൻ ഒരുക്കമാണ്. ആൾക്കൂട്ടത്തെ നിങ്ങൾ പേടിക്കണ്ട, തല്ലുമെന്ന് നിങ്ങൾ ഭയപ്പെടണ്ട. ഈ 2 ക്യാമറ, ആ ക്യാമറയും നിങ്ങളും മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങൾ വരൂ, സംവദിക്കാനുണ്ടോ, ചർച്ചക്കുണ്ടോ? ഈ വിഷയം പരസ്യമായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഒരു സംവാദത്തിനുണ്ടോ? എന്താ ഇപ്പോൾ സക്കറിയ മൗലവി തയ്യാറാകാത്തത്? ഇത് പറയുമ്പോ അദ്ദേഹം പറയുന്നത് ഇത് ഖുറാഫികളുടെ വെല്ലുവിളിയാണ്, ഖുറാഫികളാണ്. ചാല് പൂട്ടട്ടെ, ഞാൻ ചാല് പൂട്ടട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ ഈ സംഘടന പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് എന്തിനു വന്നു? ആനയും അമ്പാരിയുമായിട്ട് എന്തിനു വന്നു? സംവാദത്തിന് അദ്ദേഹം ഒരുങ്ങി വന്നത് എന്തിന്?
ഒതുങ്ങി വന്നത് എന്തിന്? അദ്ദേഹം വിചാരിച്ചത് ഞങ്ങൾ ചെല്ലൂല, ഞങ്ങളെ സംഘടന വിലക്കും, അപ്പോ മൂപ്പർക്ക് ജയമാഘോഷിച്ചു പോകാമെന്നാണ്. ഞങ്ങൾ പോയി, ഞാൻ പോയി, ഹനീഫ പോയി, ശുക്കൂർ മൗലവി പോയി, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികൾ ചെന്നിരുന്നു. എന്തേ? എറണാകുളത്ത് കടവത്തൂരിൽ നിന്ന് വണ്ടി കയറി എറണാകുളത്തെത്തി തലേ ദിവസം ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ ബഹളമയമായ അന്തരീക്ഷത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ ദാറുൽ ഉലൂമിന്റെ ഓഡിറ്റോറിയം, സംവാദം നിശ്ചയിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിന്റെ ആദ്യത്തെ പടി ചവിട്ടാൻ ജക്കരിയ മൗലവി നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഞങ്ങൾക്കറിയാം, ഈദാന്റെ കത്തല്ലായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തടഞ്ഞത്. നിങ്ങളത് ഒപ്പിച്ചുണ്ടാക്കിയ കത്ത, നിങ്ങൾ ഈദാന്റെ പുറകെ നടന്നു വാങ്ങിയ കത്ത. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങൾ തെളിവുകൾ കൊണ്ട്, അള്ളാന്റെ ആയത്ത് കൊണ്ട്, ഹദീത്ത് കൊണ്ട് നിങ്ങളെ നേരിടുമെന്ന്. കാരണം നിങ്ങൾ വന്നു 2 ബാഗ് നിറയെ കിതാബുമായി CD ടവറിന്റെ മുകളിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളിത് പരസ്യപ്പെടുത്തിയിട്ടില്ല, അതിന്റെ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് CD ടവറിന്റെ മുകളിലേക്ക് 2 ട്രോളി കിതാബുമായി റുഖിയ ശറഇയ്യയും അതുപോലെ നിങ്ങൾ പറയുന്ന മന്ത്രവാദവും സ്ഥാപിക്കുവാൻ വേണ്ടി വരികയും പ്രമാണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്തുദ്ധരിച്ച് നിങ്ങളുടെ പ്രബന്ധത്തിൽ നിങ്ങൾ എഴുതി കൂട്ടിയ അനിസ്ലാമികമായ വാദങ്ങളെ ഞങ്ങൾ വരിഞ്ഞു കീറി മുറിച്ചപ്പോ കുടിക്കാൻ വെള്ളം തികയുന്നില്ല. അറബിക്കടലിലെ വെള്ളം മുഴുവനും കിട്ടിയാൽ ഒരുപോലെ വലിച്ചു കുടിക്കാൻ മാത്രം ദാഹപരവശനായി പോയ ജക്കരിയ മൗലവിയുടെ ദയനീയമായ മുഖത്തേക്ക് ഒരൽപ്പം വിഷമത്തോടെ നോക്കിയിരുന്നവരാണ് ഞങ്ങൾ. മനസ്സിലാക്കണം, ആ അവസ്ഥ പരസ്യമായി ജക്കരിയ മൗലവിക്കുണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, 100 കണക്കിന് വിശദീകരണങ്ങൾ നടത്തുന്നതിനപ്പുറം ഞങ്ങളെപ്പോലെ ചെറിയ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുടെ ദർജയിലേക്ക് എത്താത്ത, എന്നാൽ അല്ലാഹുവിന്റെ ആയത്ത് അത് മനസ്സിലാക്കിയ, ഹദീസ് മനസ്സിലാക്കിയ, അത് വായിക്കാൻ അറിയുന്ന, അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുടെ മുന്നിലെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരൻ മുജാഹിദ് പ്രവർത്തകർ, ആ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇത്തരമൊരു ബേജാറുണ്ടാകുമായിരുന്നോ? ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും വിശദീകരണം ഇവിടെ കേട്ടു. കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിക്കുന്നത് കേട്ടു. ആർക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിച്ചോട്ടെ, പ്രശ്നമില്ല. പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല. പുഴയിൽ വീണവൻ മുങ്ങിത്താഴുന്നവൻ ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല. കാരണം കേൾക്കുന്ന ജിന്നിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ശിർക്കല്ല എന്ന വാദം കേട്ടിട്ട് ഒരുത്തനും പൊള്ളുന്നില്ല. എന്തേ? കാരണം തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അല്ലാഹ് പറഞ്ഞത് ഹാദിഹി സബീലി, ഇതാണ് ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ മാർഗം. ഏത്? തൗഹീദിന്റെ വഴി, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന വഴി. അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹ്, ഞങ്ങൾ വിളിക്കുന്നു അല്ലാഹുവിലേക്ക്, ഇതിലേക്കല്ല, ശൈത്താനിലേക്കല്ല, ശൈത്വാനിലേക്കല്ല, അല്ലാഹുവിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു. അലാ ബസീറ, ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ ഉൾക്കാഴ്ചയോടെ ആ മാർഗത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു. ആ മാർഗത്തിലേക്ക് വരിക, ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനം, അത് മുന്നോട്ട് വെക്കുന്ന ആശയം, അതിനെ തകർക്കാൻ ഏതെല്ലാം ഗൂഢശക്തികൾ അകത്തുകൂടി പ്രവർത്തിച്ചാലും പുറത്തുകൂടി വന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടാനുള്ള ആർജവം, ശക്തി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ.